ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. ജനുവരി മാസം 27 ദൈവവിൽ ആശ്രയിച്ച് നമുക്കൊന്നിച്ച് കർത്താവിൻ്റെ പാതവിടെയായിരിക്കാൻ ദൈവം തന്ന നല്ല സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്ന പുസ്തകത്തിൻ്റെ 46-ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മളിന്ന് രാത്രിയിൽ പ്രവേശിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തിരുവചന പഠനങ്ങൾ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിച്ചതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച വിഷയത്തിൻ്റെ തുടർ ചിന്തയിലേക്കാണ് പ്രവേശിക്കുന്നത്. നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം ആധാരമാക്കിയാണ് നാം ചിന്തിക്കുന്നത്. അതിൽ കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത് 3 സന്ദർഭങ്ങളിൽ പരിമള തൈലം യേശുവിനെ പൂശുന്നതിനുള്ള ബന്ധത്തിലുള്ള കാര്യത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചത്. അത് 3 സന്ദർഭങ്ങളിൽ ആയിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. അത് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ അതേക്കുറിച്ച് ചിന്തിച്ച് കാണും ഞാൻ വിശ്വസിക്കുന്നു. ഇനി അതല്ല ചിന്തിച്ചിട്ടല്ല ഒന്നുകൂടി ഞാൻ എൻ്റെ സംശയം തീർത്ത് മുമ്പോട്ട് പോകുവാൻ ഒരിക്കൽ കൂടി ആ ഭാഗം എടുക്കാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. പലപ്പോഴും നാം ചിന്തിച്ച് വെച്ചിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചിന്തകൾ വരുമ്പോൾ അതിൻ്റെ അകത്ത് ഒരുപക്ഷെ സംശയങ്ങളൊക്കെ ഉടലെടുക്കാറുണ്ട്. അതുകൊണ്ടാണ് അതൊന്നുകൂടി ആവർത്തിച്ച് ഇന്ന് രാത്രിയിലും എടുക്കാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നത്. 3 സന്ദർഭങ്ങളിൽ നടന്ന കാര്യങ്ങളാണിത്. അതല്ലാതെ ഒരൊറ്റ സംഭവമല്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഈ വിഷയം പഠിപ്പിക്കുമ്പോൾ പലർക്കും അതിൻ്റെ വ്യക്തത കിട്ടാതെ പോകുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ വ്യക്തത മനസ്സിലാക്കണമെങ്കിൽ ദൈവജനങ്ങളെ മറ്റുള്ള ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതുമായിട്ട് നാം താരതമ്യം ചെയ്ത് അതിനെക്കുറിച്ച് കാര്യമായി ചിന്തിച്ചെങ്കിലേ നമുക്കൊരു യഥാർത്ഥമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുവാൻ കഴിയത്തുള്ളൂ. ഇവിടെയും നമ്മൾ 3 സന്ദർഭങ്ങൾ മനസ്സിലാക്കുന്നതിൽ അതിൻ്റെ 1-ാമത്തെ സന്ദർഭം സംഭവിക്കുന്നത് പരീശൻ്റെ വീട്ടിൽ നടക്കുന്ന സംഭവമാണ്. അത് കർത്താവിൻ്റെ പൊതു ശുശ്രൂഷയുടെ ബന്ധത്തിൽ നടക്കുന്ന സംഭവമാണ്. അത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ വീണ്ടും അത് ആവർത്തിച്ച് വായിക്കുന്നില്ല. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചിരുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 37 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ അത് പരീശനായിരിക്കുന്ന ശിമോന്റെ വീട്ടിൽ യേശുവിനെ അത്താഴത്തിന് ക്ഷണിച്ചപ്പോൾ അവിടെ കർത്താവ് ചെല്ലുകയും എന്നാൽ അവൻ യേശുവിനെ വേണ്ട രീതിയിൽ സ്വീകരിച്ചില്ല. കാരണം അവൻ്റെ കാഴ്ചപ്പാടിൽ യേശു ക്രിസ്തുവിനെ അവന് അംഗീകരിക്കത്തക്കവണ്ണമുള്ളതായ വേഷഭൂഷാദികളോ അല്ലെങ്കിൽ അന്നത്തെ നിലവാരത്തിലുള്ളതായിട്ടുള്ള വലിയ ആഡംബരങ്ങളോ മതചിഹ്നങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് യേശുവിനെ സാധാരണക്കാരനായിട്ടുള്ള രീതിയിൽ അവൻ ചിന്തിച്ചാണ് യേശുവിനെ ക്ഷണിച്ചത്. അതുകൊണ്ട് അവൻ കാല് കഴുകാനുള്ള വെള്ളം പോലും കൊടുക്കാതിരുന്നപ്പോൾ ആ പട്ടണത്തിലെ, ഇത് നയിൻ പട്ടണത്തിലാണ് എന്നാണ് ഈ വായിക്കുമ്പോൾ ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 13-11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നയിൻ പട്ടണത്തിൽ നടക്കുന്ന സംഭവമായിട്ടാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. അതല്ല മറ്റേതെങ്കിലും പട്ടണത്തിലാണോ എന്നുള്ളത് എനിക്ക് കൃത്യതയില്ല. എങ്കിലും നയിൻ പട്ടണത്തോടുള്ള ബന്ധത്തിൽ നടന്നൊരു സംഭവം വേറൊരു സ്ഥലത്തേക്ക് കർത്താവ് അവിടെ നിന്ന് പോയതായിട്ട് പറയാത്തത് കൊണ്ടാണ് നയിൻ പട്ടണത്തോടുള്ള ബന്ധത്തിലാണെന്നത് പറഞ്ഞിരിക്കുന്നത്. ഇനി അത് എവിടെയുമാകട്ടെ. അപ്പോൾ ഇവിടെ ഈ പരീശന്മാരിൽ ഒരുത്തൻ, അവൻ്റെ പേര് ശിമോൻ എന്നായിരുന്നു. അത് 7-ാം അധ്യായം 40-ാം വാക്യത്തിൽ ശിമോനെ നിന്നോടൊന്ന് പറയാനുണ്ടെന്ന് യേശുവിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് പരീശനായിരിക്കുന്നത് ശിമോന്റെ വീട്ടിലാണ് നടന്ന സംഭവമാകുന്നതെന്നും അന്നേരം അവിടെ യേശുവിൻ്റെ പുറകിൽ വെൺകൽ പരിമള തൈലം കൊണ്ടുവന്ന് പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിരിക്കുമ്പോൾ യേശുവിൻ്റെ പിറകിൽ വന്ന് കണ്ണുനീർ കൊണ്ട് നനച്ച് തലമുടി കൊണ്ട് തുടച്ച് കാൽ ചുംബിച്ച് തൈലം പൂശി അവനെ അത് നമ്മൾ കഴിഞ്ഞ് ചിന്തിച്ചിരുന്നു. 2-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ എന്നുള്ള വചനം അത് വാസ്തവത്തിൽ ഈ പാവനിയായ സ്ത്രീയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവളുടെ ജീവിതയാത്രയിൽ നശിച്ചു പോയവളായിരുന്നു. എന്നാൽ നശിച്ചു പോകാതിരിക്കുവാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ എന്നുള്ളത് അവൾക്ക് മനസ്സിലായി. അവൾ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ പാപം കഴുകിക്കളയുവാൻ, അവൾക്ക് പാപക്ഷമ പ്രാപിക്കുവാൻ
മറ്റ് യാതൊരു മാർഗവുമില്ല. അവൾ പാപം ചെയ്യുന്ന പുരോഹിതന്മാരോട് പോയി പറഞ്ഞാൽ അവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് വ്യവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള പാപങ്ങൾക്കൊന്നും പാപ പരിഹാര മാർഗങ്ങളില്ലാത്തത് കൊണ്ട് അവൾ നശിച്ചവളായിരുന്നു. ലോകത്തിൽ അവൾ പാവനിയായി യാതൊരുവിധമായ സ്വസ്ഥതയുമില്ലാതെ നാശത്തിന് വേണ്ടി നാശത്തിന് വേണ്ടി വിധിക്കപ്പെട്ടവളായിരുന്നു. എന്നാൽ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ എന്നുള്ള വചനം അവരുടെ ജീവിതത്തിൽ നമുക്കത് പ്രാവർത്തികമായി കാണാൻ സാധിക്കുന്നുണ്ട്. രണ്ടാം സങ്കീർത്തനം 12-ാം വാക്യമാണ്, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ, അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും, അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. അപ്പോൾ ഇത് മറ്റൊരു സങ്കീർത്തനത്തോടുള്ള സന്ദർഭത്തോടുള്ള വിഷയത്തിലാണെങ്കിലും ഞാൻ ഈ വിഷയം, ഈ പാവനിയായ സ്ത്രീയുടെ ജീവിതത്തിൽ വന്ന മാറ്റം, അവള് യേശുവിൽ ശരണം പ്രാപിച്ചു. അവളുടെ പാപക്ഷമയ്ക്ക് വേണ്ടി അവൾ ശരണം പ്രാപിച്ചത് കർത്താവിലായതുകൊണ്ട് അവൾ ഭാഗ്യവതിയായി മാറുവാനിടയാത്തുന്നു. അവൾ അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ കാൽപാദത്തിലിരുന്ന് അവൻ്റെ കാൽപാദത്തിൽ അവൻ്റെ അവളുടെ കണ്ണുനീർ കൊണ്ട് മാനസാന്തരപ്പെട്ട് കരഞ്ഞ് യേശുവിൻ്റെ കാൽപാദം അവൾ കരഞ്ഞ് കണ്ണുനീർ കൊണ്ട് കാല് കഴുകി തലമുടി കൊണ്ട് തുടച്ചപ്പോൾ യേശുവോടെ അന്ന് വരെയുള്ള പാപങ്ങളെ, അധികമായ പാപത്തെ ദൈവം ക്ഷമിച്ചു കൊടുത്തു. അതുകൊണ്ട് അപ്പോൾ അവനെ അധികമായി സ്നേഹിച്ചു എന്നാണ് കർത്താവ് ശിമോനോട് പറയുന്നത്. അത് ഒന്നാമത്തെ സന്ദർഭമാണ്. ഈ സന്ദർഭത്തിൽ നിന്ന് ഈ സന്ദർഭമല്ല മറ്റ് 2 സന്ദർഭങ്ങൾ. അപ്പോൾ 3 സന്ദർഭങ്ങളാണല്ലോ. അതിൽ ഒന്നാമത്തെ സന്ദർഭം നമ്മൾ കണ്ടത് ഈ പറയുന്ന വിഷയത്തോടുള്ള ബന്ധത്തിലാണെങ്കിൽ, രണ്ടാമത്തെ സംഭവം നടക്കുന്നത് നടക്കുന്നത് പെസഹയ്ക്ക് 6 ദിവസം മുമ്പ് നടക്കുന്ന കാര്യമാണ്. അതേക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലാണ്. അത് 12-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം തന്നെ ആവർത്തിച്ച് 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബേഥാനിയയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. അവിടെ അവർ അവന് ഒരു അത്താഴം ഒരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസർ അവരോട് കൂടെ പന്തിയിലിരുന്നവരിൽ ഒരുവനായിരുന്നു. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജഡമാംസത്തൈലം എടുത്ത് ഒരു റാത്തിലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തോർത്തി തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. ഇത് സംഭവിക്കുന്നത്, ഇതെല്ലാം ഒരുപോലെയൊക്കെ തോന്നുന്നു. അപ്പോൾ ആദ്യം ചെയ്ത സ്ത്രീ അവൾ പാപിനിയായ സ്ത്രീയായിരുന്നു. പക്ഷേ മറിയ അങ്ങനെ പാപിനിയായ സ്ത്രീ ആയിരുന്നില്ല. ലാസറിൻ്റെ കുടുംബം, ആ മാതൃകയുള്ള കുടുംബവും യഹൂദന്മാർ പ്രിയപ്പെട്ടവരും ആ ഗ്രാമത്തിൽ അറിയപ്പെട്ടവരും അവര് ശരിയായ രീതിയിൽ ഉപദേശത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു. അവിടെയാണ് യേശു, മാന്യമായ കുടുംബത്തിലാണ് കർത്താവ് കടന്നുപോയി അവിടെ അവർക്കുമായിട്ടുള്ള സംസർഗമുണ്ടായിരുന്നത്. അപ്പോൾ ആ കുടുംബത്തിൽ വെച്ച് ലാസർ നാറ്റം വെച്ച ലാസറിനെ യേശു ജീവന്റെ സൗരഭ്യവാസനയായി ഉയർത്തി അവനെ ജീവനുള്ളവരായി ആ മരണത്തിന്റെ വാസനയിൽ നിന്ന് ജീവന്റെ വാസന പരത്തിക്കൊണ്ട് അവനവിടെ ഇരുന്നപ്പോൾ അവർ നടത്തിയ ശുശ്രൂഷ, അന്ന് നടത്തിയപ്പോൾ യേശുവിൻ്റെ മരണം സംബന്ധിച്ചുള്ള കാര്യങ്ങളുടെ തുടർ നടപടിയായിട്ട് യേശുവിന്മേൽ അത് പൂശത്തക്കവണ്ണമുള്ള കാര്യങ്ങൾ അത് ചെയ്യുവാൻ ദൈവം തന്നെ അത് പദ്ധതിയിട്ടിരുന്നു. അതിനുവേണ്ടി കരുതി വെച്ചിരുന്നായിരുന്നു മറിയയുടെ കുടുംബം. നമുക്കറിയാം, ക്രിസ്തുവിന് വേണ്ടി ഒരുക്കപ്പെടേണ്ടത്, യേശുവിന് വേണ്ടി സമസ്കാര സൃഷ്ടിക്കുള്ള ഒരുക്കത്തിനുള്ള കാര്യങ്ങൾ, യേശുവിന് ഒലുമലയിലേക്ക് പ്രവചനത്തിനടിസ്ഥാനത്തിൽ യാത്ര ചെയ്യേണ്ട കഴുത, അതുപോലെ തന്നെ യേശുവിനെ അടക്കേണ്ട കല്ലറ, ഇതെല്ലാം മുന്നമേ ഒരുക്കപ്പെട്ടിരുന്നു. അപ്പോൾ ഈ യേശുവിൻ്റെ സമസ്കാര സൃഷ്ടിക്ക് വേണ്ടിയുള്ള പ്രാരംഭ നടപടിയായിട്ട് യേശുവിൻ്റെ കാൽപാദത്തെങ്കിൽ കാലിൽ വെങ്കൽ ഭരണി പൊട്ടിച്ച് അവള് തൈലം പൂശി തലമുടി കൊണ്ട് കാൽ തോർത്തി, അവള് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തോർത്തി തൈലത്തിൻ്റെ അപ്പം യേശുവിൻ്റെ കാലിൽ കണ്ണുനീർ കൊണ്ട് കരയല്ല ചെയ്ത് യേശുവിനെ അവർ ചെന്നപ്പോൾ സ്വീകരിച്ചിരുന്നു. കാല് കഴുകി പന്തിയിലിരിക്കുമ്പോൾ അവൾ ചെയ്തത്, തൈലം പൂശിയപ്പോൾ ഒഴുകിപ്പോയിരുന്ന അധികമായിട്ടുള്ള ആ ക്രിസ്തുവിൻ്റെ കാലിൽ കൂടി ഒഴുകിക്കൊണ്ടിരുന്ന ആ സൗരഭ്യ വാസനയുള്ള തൈലം ഒട്ടും പോകാതിരിക്കുവാൻ
അത് അവളുടെ തലമുടി കൊണ്ട് തോർത്തി അവളത് അവളുടെ ജീവിതത്തിലേക്ക് അത് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അപ്പം അതുകൊണ്ടാണ് ഈ സംഭവം നടക്കുന്നത്. മറ്റേ മറുഭാഗത്ത് കാണുന്നത് അവൾ കണ്ണുനീരുകൊണ്ട് കരഞ്ഞ് കാല് കഴുകി അവിടെ തൈലം പൂശി അവൻ്റെ പാദം ചുംബിക്കുകയാണ് ചെയ്തെങ്കിൽ, ഇവിടെ ചെയ്യുന്നത് മറിയ ചെയ്തത് അവൾ ചെയ്തത് അവളുടെ വിലയേറിയ സ്വച്ഛജടമാസി തൈലം ഒരു റാത്തിലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. കണ്ണുനീരോട് കരഞ്ഞല്ല ചെയ്തത്, യേശുവിൻ്റെ കാലിൽ പൂശിയിട്ട് ആ ഒഴുകി വരുന്ന സ്വച്ഛജടമാംസി തൈലം അവളുടെ തലമുടി കൊണ്ട് തുവർത്തിയെടുക്കുകയാണ് ചെയ്തത്. മറ്റൊരു തുണിയിലേക്ക് അവൾ എടുത്തില്ല. കാരണം അത് ഒഴുകിപ്പോകാതിരിക്കുവാൻ അവൻ്റെ കാലിൽ നിന്ന് ഒഴുകുന്ന ആ സ്വച്ഛജടമാംസി തൈലം അവളുടെ തലയിലേക്ക് അവളത് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അവിടെയാണത് രണ്ടാമത്തെ സംഭവം. ഇതിൻ്റെ നടക്കുന്നത് ലാസറിനെ ഭവനമായിരിക്കുന്ന ബേഥാനിയിലാണ്. അത് പെസഹയ്ക്ക് യേശു മരിക്കുവാൻ വേണ്ടി അറക്കപ്പെടുവാനുള്ള പെസഹ നടക്കുന്നതിൻ്റെ 6 ദിവസം മുമ്പ്, ഒരാഴ്ചവട്ടത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുള്ളതിൻ്റെ പ്രഥമ സംഭവമായിട്ടാണ് ഇവിടെ നടക്കുന്ന സംഭവം നടക്കുന്നത്. അതേപോലെ 6 ദിവസം ഇനിയുമുണ്ട്. അന്ന് നടക്കുന്ന സംഭവമാണ് കാലിൽ മേൽ സൗരഭ്യ ഈ സ്വച്ഛജടമാംസി തൈലം പൂശി മറിയ, ലാസറിന്റെ പെങ്ങളായിരിക്കുന്ന മറിയ, യേശുവിൻ്റെ കാലിൽ ഒഴുകിയ ആ സ്വച്ഛജടമാംസി തൈലം അത് അവിടെ തലമുടി കൊണ്ട് തുടച്ചെടുക്കുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ സംഭവം നടക്കുന്നത്, അത് യേശു അന്ന് ഇവിടെ പറഞ്ഞിരുന്നു, എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി അവളിത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം അന്ന് നടന്നെങ്കിൽ, യേശു മരിക്കുന്നതിന് 2 ദിവസം മുമ്പ്, അഥവാ പെസഹയ്ക്ക് 2 ദിവസം മുമ്പ് തലയിൽ ഇതേ രീതിയിൽ ഈ തൈലമൊഴിച്ച് യേശുവിനെ സംസ്കാര ശുശ്രൂഷയുടെ പൂർത്തീകരിക്കുന്ന ഒരു ദൗത്യം കൂടി ചെയ്യുവാനുള്ള ആ ദൗത്യവും മറിയയ്ക്ക് തന്നെയായിരുന്നു ദൈവം കൊടുത്തിരുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ മൂന്നാമത്തെ സന്ദർഭം നമ്മൾ വായിക്കുന്നത്. അത് അത് കാണുന്നത് മത്തായി സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പം അത് വ്യത്യസ്തമായ സംഭവമാണെന്ന് മനസ്സിലാക്കുന്നത്, ബേഥാനിയിൽ ലാസറിന്റെ വീട്ടിൽ നടക്കുന്നത് പെസഹയ്ക്ക് 6 ദിവസം മുമ്പാണെങ്കിൽ, ഈ മത്തായി സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന 26-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന സംഭവം നടക്കുന്നത് പെസഹയ്ക്ക് 2 ദിവസം മുമ്പാണ്. അപ്പം അതിൽ നിന്നാണ് നമുക്കത് 3 സന്ദർഭങ്ങളിലാണ് ഈ തൈലം പൂശിയുള്ള ബന്ധത്തിൽ ഉള്ള കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കിയെടുത്തെന്നാണ് ഇവിടെ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നത്. 26-ാം അധ്യായത്തിൽ പറയുന്നത്, ഈ വചനങ്ങളൊക്കെയും പറഞ്ഞു തീർന്ന ശേഷം യേശു ശിഷ്യന്മാരോട് 2 ദിവസം കഴിഞ്ഞിട്ട് പെസഹയാകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നതല്ലോ. അന്ന് മനുഷ്യപുത്രൻ ക്രൂശിപ്പാൻ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു. അന്ന് മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും കയ്യാഫാ പുരോഹിതന്റെ മണ്ഡപത്തിൽ വന്നുകൂടി യേശുവിനെ ഉപായത്താൽ പിടിച്ചുകൊള്ളുവാൻ ആലോചിച്ചു. എങ്കിലും ജനത്തിന്റെ കലഹമുണ്ടാകാതിരിക്കാൻ പെരുന്നാളിൽ അരുതെന്ന് പറഞ്ഞു. യേശു ബേഥാനിയിൽ കുഷ്ഠരോഗിയായിരുന്ന ശിമോന്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ വിലയേറിയ പരിമളത്തൈലം നിറഞ്ഞ ഒരു വെൺകൽ ഭരണി എടുത്തും കൊണ്ട് അവന്റെ അടുക്ക വന്നു. അപ്പോൾ ഈ ലാസറിന്റെ വീട്ടിലെ 6 ദിവസം മുമ്പുള്ള ശുശ്രൂഷ കഴിഞ്ഞിട്ട് യേശു ബേഥാനിയോടുള്ള ബന്ധത്തിൽ അവിടെ ഉണ്ട്. അന്നേരം സൗഖ്യം പ്രാപിച്ച ഒരു കുഷ്ഠരോഗിയായിരുന്നു ഈ ശിമോൻ. അപ്പോൾ അവൻ ബേഥാനിയിൽ ഉള്ളവനാണ്. ഞാൻ വിചാരിക്കുന്ന യേശു ഒരുപാട് അത്ഭുതങ്ങൾ ആ സമയത്ത് ചെയ്യുന്നുണ്ട്. അതിൽ ഇവിടെ കുഷ്ഠരോഗി എന്ന് പറയുമ്പോൾ കുഷ്ഠരോഗി നേരത്തെ ആയിരുന്നു, അവനെ സൗഖ്യം പ്രാപിച്ചു. ഈ കുഷ്ഠരോഗിയുടെ വീട്ടിൽ ഒരിക്കലും സത്യം നടത്താൻ മറ്റുള്ളവർക്ക് ചെല്ലാൻ കഴിയത്തില്ല. അവൻ കുഷ്ഠരോഗിയായി വീട്ടിൽ നിന്ന് വെളിയിൽ തള്ളപ്പെട്ടവനായിരുന്നു. എന്നാൽ യേശു മുഖാന്തരമുള്ള സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ, അവൻ സൗഖ്യമായപ്പോൾ അവൻ്റെ വീട്ടിൽ ആനന്ദമാകുന്നു. അവിടെ ഉത്സവം ആഘോഷിക്കത്തക്ക രീതിയിൽ വിരുന്നടത്തക്കവണ്ണമുള്ള സന്തോഷാനുഭവം ഉണ്ടായപ്പോൾ അവിടെ യേശുവിനെ ക്ഷണിച്ചിരുന്നു. അവിടെയാണ് യേശു പോയതിനെ കുറിച്ചാണ് 26-ാം അധ്യായത്തിൽ പറയുന്നത്. യേശു ബേഥാനിയിൽ കുഷ്ഠരോഗിയായിരുന്നു. ഇതൊരിക്കലും ലാസറിന്റെ വീടല്ലല്ലോ. ലാസറിന്റെ വീട്ടിൽ ചെന്നത് മരിച്ച യേശു വിളിച്ചു വരുത്തിയ ലാസറിന്റെ വീട്ടിൽ പെസഹയ്ക്ക് 6 ദിവസം മുമ്പാ പോയെങ്കിൽ, ഈ ബേഥാനിയിലെ കുഷ്ഠരോഗിയായിരുന്ന ശിമോന്റെ വീട്ടിൽ യേശു ഇരിക്കുന്നത് പെസഹയ്ക്ക് 2 ദിവസം മുമ്പാണ്. അപ്പോൾ അവിടെ
ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ വിളിയേറി, ഇവിടെ പേര് പറഞ്ഞിട്ടില്ല, പക്ഷേ ഈ സ്ത്രീ എന്നുള്ളത് മറിയ തന്നെയാണ്. അതുകൊണ്ടാണ് 2 പ്രാവശ്യം അവളെ അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഒരു സ്ത്രീ, അവളാണ് കാലിൽ സ്വച്ഛതൈലം പൂശിയതെങ്കിൽ അതുപോലെ തന്നെ ഒരു വെൺകൽ ഭരണി എടുത്തുകൊണ്ട് അവൻ്റെ അടുക്ക വന്നു. അവൻ പതിയിരിക്കുമ്പോൾ അത് അവൻ്റെ തലയിൽ ഒഴിച്ചു. ശിഷ്യന്മാർ അത് കണ്ടിട്ട് മുഷിഞ്ഞു. ഈ വെറും ചെലവ് എന്തിന്, ഇത് വളരെ വിലയ്ക്ക് വിറ്റിട്ട് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. യേശു അതറിഞ്ഞ് അവരോട്, സ്ത്രീ അസഹ്യപ്പെടുന്നത് എന്ത്? അവളെങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. ദരിദ്രൻ നിങ്ങൾക്കെല്ലായ്പ്പോഴും അടുക്കുണ്ട്, ഞാൻ നിങ്ങൾക്കെല്ലായ്പ്പോഴും ഇല്ലതാനും. അവൾ ഈ തൈലം എൻ്റെ ദേഹത്തിൽ മേൽ ഒഴിച്ചത് എൻ്റെ ശവസ്കാരത്തിനായി ചെയ്തതാകുന്നു. ലോകത്തിലെങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് ഞങ്ങളോട് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ കഥാവരോട് പറഞ്ഞു. അപ്പൊ ഇത് 3-ാമത്തെ സന്ദർഭമാണ്. 1-ാമത്തെ സന്ദർഭം പരീശനായിരിക്കുന്ന ശിമോന്റെ വീട്ടിൽ നടന്ന യേശുവിന് യാതൊരുവിധമായ വിലയും കൊടുക്കാതെ അവനെ ക്ഷണിച്ച് നടത്തിയ ഒരു സദ്യയിൽ, ആ വിരുന്നിൽ യേശുവിൻ്റെ അടുക്കൽ പാവനിയായ സ്ത്രീ വന്ന് അവളുടെ കണ്ണുനീർ കൊണ്ട് യേശുവിൻ്റെ കാൽ തുടച്ച് തലമുടി കണ്ണുനീർ കൊണ്ട് കഴുകി തല തുടച്ച് തലമുടി കൊണ്ട് തുടച്ച് പരിമളതൈലം പൂശിയതാണെങ്കിൽ, 2-ാമത്തെ സന്ദർഭം ലാസർ മരിച്ച് 4 ദിവസം കഴിഞ്ഞവനെ എഴുന്നേൽപ്പിച്ച് ജീവന്റെ വാസന പരത്തുന്ന ലാസറിനോടൊപ്പം പന്തിയിലിരിക്കുമ്പോൾ ലാസറിന്റെ പെങ്ങളായിരിക്കുന്ന മറിയ യേശു ശവസ്കാരത്തോടുള്ള ബന്ധത്തിലുള്ള പ്രാരംഭഘട്ടമായിട്ട് അവൻ്റെ കാലിൽ യേശുവിൻ്റെ കാലിൽ സ്വച്ഛജടമാസ തൈലം പൂശി തലമുടി കൊണ്ട് തോർത്തുകയാണെങ്കിൽ, യേശുവിൻ്റെ ശവസ്കാര ശുശ്രൂഷയുടെ അവസാനമായ അതിൻ്റെ ഉള്ള ആരംഭത്തിൻ്റെ ആ ഒരുക്കത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഈ കുഷ്ഠരോഗിയായിരുന്ന ശിമോന്റെ വീട്ടിൽ ബെഥാനിയിൽ വെച്ച് യേശുവിൻ്റെ തലയിൽ ഈ സ്ത്രീ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്, വാസ്തവത്തിൽ യേശു പറഞ്ഞിരിക്കുന്നത് വചനം നമുക്ക് എടുത്തുകൂടെ പഠിക്കുമ്പോൾ അത് മറിയായിരുന്നു എന്നുള്ളതാണ് നമുക്കത് മനസ്സിലാക്കാം. 12-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ, യേശുവോ അവളെ വിടുക, തൻ്റെ ശവസ്കാരത്തിനായി അവൾ അത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ. അപ്പോൾ ഒരു കാര്യം നടന്നു എന്ന് പറയാണ്, അവൾ സൂക്ഷിച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവൾ അത് സൂക്ഷിച്ചിരിക്കുന്നു എന്നിരിക്കട്ടെ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതിവിടെ കൊണ്ട് തീരുന്നില്ല, അവൾ ഇനിയും ചെയ്യാനുള്ളതെന്നുള്ള ആ അർത്ഥത്തിൽ നമ്മൾ എടുക്കുമ്പോൾ, ഈ ബേഥാനിയിൽ കുഷ്ഠരോഗിയായിരുന്ന ശിമോന്റെ വീട്ടിൽ യേശു ഇരിക്കുമ്പോൾ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ തലയിൽ ഈ പരിമള തൈലം അവൻ്റെ തലയിൽ പരിമള തൈലം ഒഴിച്ച് യേശുവിൻ്റെ ശവസ്കാര ശുശ്രൂഷയുടെ ഒരുക്കത്തിൻ്റെ പൂർത്തീകരണം നിവർത്തിയിരിക്കുന്നതായിട്ടാണ് 3-ാമത്തെ ഭാഗം പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണ് 3 സന്ദർഭങ്ങളാണ് യേശുവിൻ്റെ പരിമള തൈലം അല്ലെങ്കിൽ തൈലം പൂശിയതിനുള്ള ബന്ധത്തിൽ ദൈവത്തിൽ പറഞ്ഞിരിക്കുന്നത് 3 സന്ദർഭങ്ങളാകുന്നു എന്നുള്ളത് വളരെ വ്യക്തതയോടുകൂടി ദൈവത്തിൽ നിന്ന് ഗ്രഹിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പോൾ ഈ ഒരു ഭാഗം മാത്രം എടുത്തുകൊണ്ട് ഒരു സന്ദർഭമാണെന്ന് മാത്രം ചിന്തിക്കാതെ ആ സന്ദർഭത്തെ യഥാർത്ഥമായി മനസ്സിലാക്കിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് 3 സന്ദർഭങ്ങളിൽ നടന്ന സംഭവത്തെക്കുറിച്ചാണ് ഈ പറയുന്ന സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് നാം ചിന്തിപ്പാൻ ഇടയാക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്കതിൻ്റെ സംശയം മാറി എന്നുള്ളത്. തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത് അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങളാണ്. 12-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ. അവൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് യേശു അവിടെ ഉണ്ടെന്ന്, യേശു എവിടെയുണ്ട്? യേശു ബേഥാനിയിൽ ഉണ്ട് എന്നറിഞ്ഞിട്ട് യഹൂദന്മാരുടെ ഒരു വലിയ പുരുഷാരം യേശുവിൻ്റെ നിമിത്തം മാത്രമല്ല, അവൻ മരിച്ചവരിൽ ഉയർപ്പിച്ച ലാസറെ കാണുവാനുമായിട്ട് കൂടി വന്നു. അവൻ ഹേതുവായി അനേകം യഹൂദന്മാർ ചെന്ന് യേശുവിൽ വിശ്വസിക്കാൻ ലാസറെയും കൊല്ലണമെന്ന് മഹാപുരോഹിതന്മാർ ആലോചിച്ചു. യേശു അവിടെ ഉണ്ട്, ബേഥാനിയിൽ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ യഹൂദന്മാരുടെ ഒരു വലിയ പുരുഷാരം യേശുവിൻ്റെ നിമിത്തം മാത്രമല്ല, മരിച്ചവൻ ഉയർപ്പിച്ച ലാസറെ കാണുവാൻ കൂടി വന്നു. അവൻ ഹേതുവായി അനേക യഹൂദന്മാർ ചെന്ന് യേശു വിശ്വസിക്കുക ലാസറെയും കൊല്ലണമെന്ന് മഹാപുരോഹിതന്മാർ ആലോചിച്ചു. അപ്പോൾ അവര് വിചാരിക്കുകയാണ്, ഇനി യേശുവിനെ കൊല്ലാൻ വേണ്ടി അവർ ഓൾറെഡി തീരുമാനിച്ചു യേശുവിനെ കൊല്ലും. പറഞ്ഞാൽ ഇനി അതിന് ദിവസമില്ല. അത് പ്രവാചക ശബ്ദത്തോടെ അന്നത്തെ മഹാപുരോഹിതനായിരുന്ന
മഹാപുരോഹിതൻ പ്രവചിച്ചു, ഒരു ജാതിക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് നല്ലതാകുന്നത് പ്രവചിച്ചത് പ്രവചനമായിരുന്നു. അപ്പോൾ യേശുവിനെ കൊല്ലുമെന്നുള്ളതിന് ഒരു സംശയവുമില്ലാതെ അവർ ആലോചിച്ച് ഉറപ്പിച്ച കാര്യമാണ്. രണ്ടാമത് അവർ വിചാരിച്ചത്, ഇങ്ങനെ ആൾക്കാരെല്ലാം ഇളകി മുമ്പോട്ട് പോകുമ്പോൾ അതിന് സംഭവിക്കാൻ പാടില്ല, അതുകൊണ്ട് ഈ ലാസറേയും കൂടി കൊല്ലണം, ഇനി ഒരു തെളിവ് ഉണ്ടാക്കാൻ പാടില്ല. ലാസർ ഉള്ളതുകൊണ്ടാണല്ലോ സംഭവിച്ചത്. ഞാൻ പറയാം എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചിരുന്നു. ലാസർ മരിച്ച് 4 ദിവസം കഴിഞ്ഞിട്ട് അവനെ ഉയർത്തെഴുന്നേൽക്കാൻ, കാരണം ഇതിനു മുമ്പ് യേശു വന്ന് ലാസറെ എഴുന്നേൽപ്പിച്ചിരുന്നെങ്കിൽ അത് യേശുവിനോട് മടങ്ങി വരാനുള്ള ഒരു സാഹചര്യം ഒരുക്കപ്പെടത്തില്ലായിരുന്നു. അത് മാത്രമല്ല, ഒരു വലിയ പുരുഷാരത്തെ യേശുവിനെ എതിരേൽപ്പാൻ വേണ്ടി അവിടെ ഒരുക്കിയെടുക്കണമായിരുന്നു. കാരണം യേശുവിനെ കുറിച്ച് പ്രവചിച്ച പ്രവചനങ്ങൾ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ വേണ്ടി സ്വർഗമാണ് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. വലിയൊരു ജനസമൂഹത്തെ ഒരുമിച്ച് കൂട്ടി അന്നത്തെ സാഹചര്യത്തിൽ യേശുവിനെ ഓശന്നെ വിളിക്കുവാൻ സെക്രാര് 9-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ആളെ കൂട്ടുവാൻ അന്ന് സാധ്യതയില്ല. എന്നാൽ ലാസർ മരിച്ചത് മുഖാന്തരമായി, അവൻ 4 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റത് മുഖാന്തരമായി അതുവരെ സംഭവിക്കാത്ത ഒരു കാര്യം നടന്നപ്പോൾ ഇത് കണ്ടവർക്ക് കേട്ടവർക്ക് ഇരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ സെക്കരിയാവിന്റെ പുസ്തകത്തിൽ 9-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനം നിവൃത്തീകരിക്കപ്പെടുവാനുള്ളൊരു സന്ദർഭം കൂടി ഒരുക്കിയെടുക്കുകയാണ് സ്വർഗം ചെയ്തത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒന്നും യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ല, എല്ലാം ദൈവഗതപ്രകാരം നടക്കേണ്ട കാര്യങ്ങളാ നടക്കുന്നത്. അതല്ലാതെ യാദൃശ്യമായിട്ടൊന്നുമല്ല. ദൈവത്തിന്റെ വചനം പൂർത്തീകരിക്കപ്പെടണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇപ്പോൾ ഇങ്ങനെ ഒരു ലാസർ മരിച്ചിട്ടില്ല, 4 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ അവിടെ അങ്ങനെ ഒരു സത്യം ഒരുക്കുകയോ യേശുവിന് പരസ്യമായിട്ട് അവിടെ വരികയോ ആൾക്കാർ യേശുവിനെ സ്വീകരിക്കാൻ വരികയോ ഒന്നും ചെയ്യത്തില്ല. ഈ യഹൂദന്മാർ എതിരായി കഴിഞ്ഞപ്പോഴും ഈ വലിയ പുരുഷാരം യേശുവിന്റെ പിന്നാലെ എത്തിച്ചേരുവാനുള്ള സാഹചര്യം ഒരുക്കപ്പെടുവാൻ ഇടയാറ്റുന്നത് ലാസർ മരിച്ചത് കൊണ്ടാണ്. ചില കണ്ണുനീരും ചില വേദനയും, ഒരിക്കലും നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളും ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നത് യേശുവിന് അവിടെ ചില കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്. അവന് വേണ്ടി സ്വർഗം കരുതിയിരിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടിയാ യേശുവിന്റെ പ്രിയരായവരുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വരുന്നത്. നമുക്കറിയാം, ചിലരെ ജയിലിൽ അടയ്ക്കാറുണ്ട്. നമുക്കറിയാം, സുവിശേഷ നിമിത്തമായി എത്രയോ പേര് ജയിലിൽ അടയ്ക്കുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, ജയിലിൽ അടയ്ക്കപ്പെടുമ്പോഴും ദൈവം അറിയാതെ അല്ല നടക്കുന്നത്. അവിടെ ചെല്ലുമ്പോഴും അവിടെയും ചിലരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ, ഇതുവരെയും രക്ഷ അനുഭവത്തിലേക്ക് വരാത്തവരെ രക്ഷയിലേക്ക് നയിക്കാൻ വേണ്ടി ദൈവം ചിലരെ കഷ്ടത്തിലൂടെ കടത്തിവിടും. പ്രിയപ്പെട്ടവരെ, അത് ദൈവഹിതമാ. അപ്പോൾ അതിനെല്ലാം പിമ്പിൽ ദൈവത്തിന്റെ ഉദ്ദേശമുണ്ടെന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇന്ന് രാത്രിയിലും ഈ തിരുവചന പഠനത്തിൽ നാം മുമ്പോട്ട് പോകുമ്പോൾ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഒരുക്കപ്പെടുന്നത് യാദൃശ്യമായിട്ടുള്ളതല്ല. അതിനെല്ലാം പിമ്പിൽ ദൈവിക ഉദ്ദേശമുണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമാക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ സന്ദർഭം എടുത്തത്. ഞാൻ കാണിച്ചപ്പോൾ യഹൂദന്മാരെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ പലർക്കും യഹൂദന്മാരെ കുറിച്ച് വലിയ ചിന്തയും ബഹുമാനവും ഒക്കെ ഉള്ളവരാണ്. ഞാൻ അതിനെക്കുറിച്ച് എതിര് പറയുന്നില്ല. ചിലർക്കൊക്കെ ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറമായിട്ടൊന്നുമില്ല. ദൈവസഭയേക്കാൾ കൂടുതലായിട്ട് ഇസ്രായേലിന് വേണ്ടി പ്രസംഗിക്കുകയും ഇസ്രായേലിനെ നോക്കി നിൽക്കുന്നവരുമുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവര്, അത് യഹൂദനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ സുവിശേഷം നിമിത്തം അവര് വളരെയധികം ശത്രുക്കളായിരുന്നു എന്നാണ് നമുക്ക് ദൈവത്തിൽ നിന്ന് പഠിക്കാൻ സാധിക്കുന്നത്. യഹൂദൻ ശ്രേഷ്ഠനായിരുന്ന പൗലോസ് യഹൂദന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് 1 തെസ്സലോനിക്കർ എഴുതിയ ലേഖനം 2-ാം അധ്യായം 14 മുതൽ 16 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഇവിടെ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഇവരെത്രമാത്രം കർക്കശമുള്ളവരായിരുന്നു എന്ന് പറഞ്ഞാൽ, ലഭിച്ചിരിക്കുന്ന കല്ലിൽ എഴുതിയ ശുശ്രൂഷ മണ്ണ ശുശ്രൂഷയാണ്. അപ്പോൾ ആ കല്ലിൽ എഴുതപ്പെട്ട ശുശ്രൂഷന്മാരായിരിക്കുന്ന മഹാപുരോഹിതന്മാർക്ക് കല്ല് പോലുള്ള ഹൃദയമാണ് ഉണ്ടായിരുന്നത്. അതാണ് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്, കല്ലിന്മേൽ എഴുതിയ ശുശ്രൂഷ മണ്ണ ശുശ്രൂഷയായിരുന്നു. അത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ ആത്മാവിൽ ഹൃദയത്തിൽ എൻ്റെ വംശപ്പള്ളിയിൽ എഴുതുന്ന ശുശ്രൂഷ ആത്മീയ ശുശ്രൂഷ എത്ര വലുതാണെന്ന് പൗലോസ് രേഖപ്പെടുത്തിയത്. അപ്പോൾ കല്ലിന്മേൽ എഴുതിയിരിക്കുന്ന പ്രമാണം അനുസരിക്കുന്നവരുടെ സ്വഭാവം എന്താണെന്ന് അതിൻ്റെ സാക്ഷിയായിരുന്ന, അതുപോലെ ആയിരുന്ന, കല്ലുപോലെ ആ പ്രമാണത്തിന് വേണ്ടി നിന്നതായ ഉറപ്പുള്ളവനായ പൗലോസായി കഴിഞ്ഞപ്പോൾ അവൻ
അവൻ്റെ സ്വജാതിക്കാരായിരിക്കുന്ന ആൾക്കാരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം 14 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാകും. പറയാണ്, യഹൂദിയിൽ ക്രിസ്തുവേശുള്ള ദൈവസഭകൾക്ക് നിങ്ങൾ അനുകാരികളായി തീർന്നു എന്ന് പറഞ്ഞാൽ, യഹൂദിയിലെ ക്രിസ്തുവേശുള്ള ദൈവസഭകൾ യഹൂദരാൽ അനുഭവിച്ചതുപോലെ തന്നെ നിങ്ങളും സ്വജാതിക്കാരാൽ അനുഭവിച്ചുവല്ലോ. അപ്പോൾ വിശ്വാസി വരുമ്പോൾ എല്ലാവർക്കും പോരാട്ടമുണ്ട് പ്രിയപ്പെട്ടവരെ. ചില വിചാരിക്കും ഇന്ന ജാതികളിലുള്ളവർക്കാണ് കൂടുതൽ പോരാട്ടം. അങ്ങനെയല്ല. ഈ നമ്മൾ വിചാരിക്കുന്നത് ഒരു പോരാട്ടം ഇല്ലാത്തതായിട്ടല്ല വിശ്വാസി വരുന്നത്. ഏത് വിശ്വാസത്തിലേക്ക് ഏത് ജാതിയിൽ നിന്ന് വന്നാലും സ്വജാതിക്കാരായിട്ടുള്ളവരുടെ പോരാട്ടം ഉണ്ടാകും. അവിടെ പറയുകയാണ്, ഈ യഹൂദരാൽ ക്രിസ്തുവേശുവിലുള്ള ദൈവസഭകൾക്ക് നിങ്ങൾ അനുകാരികൾ തീർന്നു. അവർ എന്ന് പറഞ്ഞാൽ യഹൂദ ദൈവസഭകൾ യഹൂദരാൽ അനുഭവിച്ചതുപോലെ തന്നെ നിങ്ങളും സ്വജാതിക്കാരാൽ അനുഭവിച്ചല്ലോ. അപ്പോൾ സ്വജാതിക്കാരായിട്ടുള്ളവർ വിലക്കേർപ്പെടുത്തും, അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് സംഭവിച്ചിട്ടുണ്ട്. യഹൂദന്മാരാൽ എത്രയോ കഷ്ടം സഹിച്ചെന്നുള്ളതിനെക്കുറിച്ച് ലേഖനങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് പറയാണ്, യഹൂദർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരാകുന്നു പറയാണ്. ശൗല് പറയുക, പ്രവാചകനായ ശൗല് അപ്പോസ്തലനായ ശേഷം പൗലോസായ ശേഷം അവൻ പറയുകയാണ്, യഹൂദനെക്കുറിച്ച് പറഞ്ഞാൽ അവൻ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നു കളഞ്ഞവരാണ്. അവരുടെ സ്വഭാവവിശേഷം രേഖപ്പെടുത്തിയിരിക്കുക. രണ്ടു പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും. ഞാൻ തെളിവെടുക്കുന്നില്ല. പുതുപ്രവൃത്തിയിലെ 13-ാം അധ്യായം 50-ാം വാക്യം വായിച്ചാൽ മതി. പൗലോസും ബർന്നബാസും പോകുന്ന സ്ഥലത്തൊക്കെ അവരെ ഓടിച്ചു കളയാൻ വേണ്ടി അവരെ അതിൽ നിന്ന് ഓടിച്ചു. അവിടെ ഇസ്രായേലിലല്ല, അവർ കടന്നുപോയ സ്ഥലങ്ങളിൽ നിന്ന് ഓടിച്ചു കളയാൻ വേണ്ടി ഇവിടെ പിന്നാലെ കൂടിയിട്ടുണ്ട്. അവിടെയാണ് ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരാണ്, ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരാണ്, പിന്നെ സകല മനുഷ്യർക്ക് വിരോധികളാണ്. ഇതിനെക്കുറിച്ച് പറയുക, വിരോധികളും ജാതി രക്ഷിക്കപ്പെടുന്നതിന് ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിരോധിക്കുന്നവരുമാകുന്നു. യഹൂദിനെ കുറിച്ചുള്ള അവരുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. യഹൂദിനെ എതിർക്കണമെന്നല്ല. എന്തുകൊണ്ടാണ് ഇതെന്നുള്ളത് ചോദിച്ചാൽ, അവരെ ദൈവം അനുസരണക്കേട് അടച്ചു കളഞ്ഞത് ജാതികളാകുന്ന നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി. അതേക്കുറിച്ച് റോമർക്കെതിരെ വായിച്ചാൽ മതി. അതിനകത്ത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. അവർ സുവിശേഷത്താൽ നിങ്ങൾ നിമിത്തം ശത്രുക്കളാകുന്നു, എന്നാൽ തെരഞ്ഞെടുപ്പിനനുസരിച്ച് അവർ പ്രിയന്മാരാകുന്നു. അപ്പോൾ ഈ പറയുന്ന പൗലോസ് പറയുകയാണ്, ഈ യഹൂദന്മാരുടെ സ്വഭാവം എനിക്ക് നല്ലവണ്ണം അറിയാം, കാരണം ഞാൻ യഹൂദനായിരുന്നു. ഇപ്പം വാസ്തവത്തിൽ ഇവൻ വിശ്വാസി വന്ന് ദൈവസഭയുടെ അംഗമായി കഴിഞ്ഞപ്പോൾ, മാനസാന്തരം വന്നപ്പോൾ, അവൻ നിന്നിരുന്ന ആ വംശത്തിൻ്റെ ആ ജാതിയുടെ അല്ലെങ്കിൽ പ്രത്യേകത എന്തായിരുന്നെന്ന് വിളിച്ചു പറയുക. അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവസഭയ്ക്ക് അകത്തോർക്കറിയാം, ദൈവസഭയ്ക്കകത്ത് ഒരു വ്യക്തിക്കെതിരെ ഒന്നും പഠിപ്പിക്കുന്നില്ല, ആർക്കും എതിരെ നിൽക്കുന്നില്ല. ഏത് വിധത്തിലും ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന ദൈവമക്കൾ ദൈവസഭയിൽ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും അടിസ്ഥാന ഉപദേശമുള്ള ദൈവസഭകൾ മറ്റുള്ളവരെ നമ്മൾ നശിപ്പിക്കണമെന്നോ അവരോട് ഇടപെടരുതെന്നോ അവരോട് സമാധാനത്തിലായിരിക്കുന്നൊന്നും നമ്മളെ പഠിപ്പിക്കുന്നില്ല. നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകണം. ഒരു തെറ്റും ചെയ്യാൻ പാടില്ല. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ ഒന്നും കൊണ്ടും തന്നെ ദൈവത്തിന് ഹിതമല്ലാത്ത ഒന്നും ചെയ്തതെന്നാണ് ദൈവസഭ പഠിപ്പിക്കുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ പാരമ്പര്യങ്ങളിൽ പൂണ്ടുകിടക്കുന്ന കല്ലിന്മേൽ എഴുതിയിരിക്കുന്ന പ്രമാണങ്ങൾ പോലുള്ള പ്രമാണമുള്ളവർക്ക് അവർക്ക് കർക്കശങ്ങളും വൈരാഗ്യങ്ങളുമുണ്ട്. നമുക്കറിയാം, വിശ്വാസം വന്ന ഒരാൾ മടങ്ങിപ്പോയി ദൈവസഭയ്ക്കെതിരെ നമുക്കെതിരെ എന്തെല്ലാം ചെയ്താലും നമ്മളൊന്നും ആരുടെയും പിന്നാലെ പോയി അവരെ യാതൊരു വിധത്തിലും മുദ്രിക്കാൻ വേണ്ടി മുമ്പോട്ട് പോകാറില്ല. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യുള്ളൂ. കാരണം അതാണ് യേശു കാണിച്ച മാതൃക. സ്നേഹത്തിൻ്റെതാണ് ദൈവസഭ. എൻ്റെ പ്രിയപ്പെട്ടവർ, അതല്ലാതെ ഒരിക്കലും വൈരാഗ്യത്തോടെ ഒരാൾക്കെതിരെ നീങ്ങാനായിട്ട് ദൈവസഭ അനുശാസിക്കുന്നില്ല. പ്രതികാരത്തിന് വേണ്ടി ദൈവസഭ പഠിപ്പിക്കുന്നില്ല. പരിശുദ്ധമാവിന് തുണ നിൽക്കുന്നില്ല. അങ്ങനെയല്ലേ കഷ്ടം സഹിക്കേണ്ടി വരുമ്പോൾ, ജയിലുകളിൽ പോകുമ്പോൾ ഒരിക്കലും നമ്മൾ സംഘടിതരായി അവരെ ഒന്നു തന്നെ മോചിപ്പിക്കുവാനോ കലാപം ഉണ്ടാക്കുവാനോ ഒന്നും ദൈവസഭ സുവിശേഷം, സമാധാന സുവിശേഷം അനുശാസിക്കുന്നില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ മാർഗമേ ഉള്ളൂ, ദൈവത്തിൽ ഉപസിച്ച് പ്രാർത്ഥിക്കുക. അതാണ് ദൈവം നോക്കുന്നിരിക്കുന്ന ആയുധം. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മതത്തിന് അല്ലെങ്കിൽ അവരുടെ ചട്ടക്കൂടിനെതിരായിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കൊന്നുകളയണം, ഇങ്ങനെയുള്ളവരെ ഓടിച്ചു കളയണം, അവരെ എന്ന് പറയുകയാണ്, അവർ അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരാണ്.
അവർ സകല മനുഷ്യർക്ക് വിരോധികളാണ്. മറ്റു പറയാൻ രക്ഷിക്കപ്പെടാത്തതിനായി ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്ന ഒരു ഭാവം എന്ന് പറഞ്ഞാൽ അവരെ മാത്രമല്ല മറ്റൊരിടത്തും ഈ സുവിശേഷം പ്രസംഗിക്കാതിരിക്കാൻ വേണ്ടി ആദ്യ നൂറ്റാണ്ടിൽ വളരെ ശക്തമായ രീതിയിൽ എതിർത്ത ഒരു വർഗമായിരുന്നു ഈ യുവജനെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ വായിക്കുമ്പോൾ ഇത്രയും കർക്കശമായി, ഇപ്പം യേശുവിനെ കൊല്ലുക മാത്രമല്ല, യേശു മുഖാന്തരം പുരുഷാരം വിശ്വസിക്കുന്നുള്ളത് കണ്ടു കഴിഞ്ഞപ്പോൾ ലാസറിനെ കൂടെ കൊല്ലണമെന്ന് അങ്ങ് തീരുമാനിച്ചു. അവർക്ക് മനസ്സിലായി 4 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ്. എന്നാൽ ചിന്തിച്ചാൽ പോരായിരുന്നോ? പിറവിയിൽ കുരുടനായിരിക്കുന്ന ഒരുത്തനെ കണ്ണ് അവന് അതുവരെ നടക്കാൻ സംഭവം നടന്നു. അങ്ങനെ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളെ നടന്നിട്ട് പോലും ഇവിടെ ഹൃദയം കഠിനപ്പെട്ടു പോയി, മനസ്സനക്കെണ്ണ് അവർ അടിമപ്പെട്ടു പോയി. കാരണം അവർക്ക് തിരിച്ചറിയാത്ത കണ്ണും കേൾക്കാൻ കഴിയാത്ത ചെവിയും കാണാൻ കഴിയാത്ത കണ്ണും തിരിച്ചറിയാത്ത ഹൃദയവുമാണ് അവർക്കുണ്ടായത്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ ഒരു തീരുമാനമെടുക്കുവാൻ കഴിയാത്തത്. ഇപ്പം നമ്മൾ വിചാരിക്കുക, നോക്കുക, ഈ പറയുന്ന ഇത്രയും അത്ഭുതം ചെയ്തിട്ടും ഇവരുടെ ആ വൈരാഗ്യം കൂടുകയാണ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണമേ പ്രിയപ്പെട്ടവരെ. ഒരു ഒരു ശക്തിയെ ഇളക്കിക്കഴിഞ്ഞാൽ അത് നമുക്കെതിരെ വരുന്നുണ്ടെങ്കിൽ ഭയപ്പെട്ടു പോകണ്ട. ദൈവത്തിന്റെ ഉദ്ദേശമാണ് അവർ ശക്തി പ്രാപിച്ച് നമുക്കെതിരെ നിൽക്കുന്നത്. അത് ദൈവം മുന്നമേ കണ്ടിട്ടുണ്ട്. ഇവിടെ ഇവര് ശക്തിപ്പെട്ട് എതിരായി നിൽക്കാൻ കാരണം യേശു യാഗമായി തീരണമെന്നുള്ളത് നിവൃത്തിയിരിക്കപ്പെടണം. യേശുവിന്റെ യാഗം നിവൃത്തിയിരിക്കപ്പെടാൻ വേണ്ടി ഇവരെ ദൈവം കഠിനപ്പെടുത്തുകയാണ് ചെയ്തത്. അതാണ് ഇവിടെ സംഭവിച്ചത്. അതുകൊണ്ടാണ് ഇവർ പറഞ്ഞത് ലാസ്റ്റിനെ കൊല്ലണമെന്ന് മഹാരാജാവ് വിചാരിച്ചു. എന്നാൽ തുടർന്ന് കാണുന്നത് ഇനി പെസഹയ്ക്ക് ഉള്ള പിറ്റേന്ന് പറഞ്ഞാൽ 5 ദിവസം ഉള്ളപ്പോഴാണ് ഈ പറയുന്ന സംഭവം, ഈ ഹോശന്ന അഥവാ എന്നുള്ള ആ സംഭവം നടക്കുന്നത്. 6 ദിവസത്തിന് മുമ്പാണ് ഈ പറയുന്ന ലാസറിന്റെ വീട്ടിൽ യേശു അവരുമായിട്ട് പന്തിക്കിരുന്നത്. അപ്പോൾ യേശുവിനെ മാത്രമല്ല ലാസറിനെ കൊല്ലാൻ വേണ്ടി പദ്ധതിയിട്ടു. എന്നാൽ പിറ്റേന്ന് എന്ന് പറഞ്ഞാൽ ഇനി പെസഹയ്ക്ക് 5 ദിവസമേ ഉള്ളൂ, 6 ദിവസം 5 ദിവസമേ ഉള്ളൂ. പിറ്റേന്ന് പെരുന്നാൾക്ക് വന്ന ഒരു വലിയ പുരുഷാരം യേശു യെരൂശലേമിലേക്ക് വരുന്നുവെന്ന് കേട്ടിട്ട് ഈന്തപ്പനയുടെ കുരുത്തോല എടുത്തുകൊണ്ട് അവനെ എതിരേൽപ്പാൻ ചെന്നു. അപ്പോൾ ഈ ഒരു വലിയ പുരുഷാരം യേശുവിനെ എതിരേൽപ്പാൻ ചെന്നു. 11-ാം അധ്യായം നമുക്ക് അതിൻ്റെ 20-ാം വാക്യത്തിൽ നോക്കുമ്പോൾ 11-ാം അധ്യായം 20-ാം വാക്യത്തില് യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. ഗ്രാമത്തിൽ ഒരൊറ്റ വ്യക്തി മാത്രമാണ് എതിരേൽപ്പാൻ ചെന്നത്. കാരണം യേശു മരിച്ചു, ലാസർ മരിച്ചു, യേശു വന്നില്ല. അപ്പോൾ അവർക്കന്നേരം യേശുവിനെ അങ്ങ് സ്വീകരിക്കാൻ കഴിയത്തില്ല. എന്നാൽ ആ ഒരു സംഭവത്തിന്റെ പ്രധാന വിക്ടിമേഴ്സായി എന്ന് പറഞ്ഞാൽ അത്രമാത്രം വേദന ഉണ്ടായിരുന്ന കുടുംബത്തിൽ ലാസർ മരിച്ചിട്ട് ഈ യേശുവിനെ എതിരേൽപ്പാൻ വേണ്ടി മാർത്ത അവിടെ ചെല്ലുവാൻ കാരണമായിരുന്നത് ക്രിസ്തു അവളെ പഠിപ്പിച്ചിരുന്ന വചനം, അത് സ്നേഹമായി അവിടെ ഹൃദയത്തിലുണ്ടായിരുന്നു. യേശുമായിട്ടുള്ള സംസർഗം ആ കുടുംബത്തിൽ ദൈവസ്നേഹം പകർന്നുകൊണ്ടാണ്. അത്രമാത്രം പ്രതിസന്ധി ഉണ്ടായപ്പോൾ ആരും യേശുവിനെ എതിരേൽക്കാൻ ഇല്ലാതിരുന്നപ്പോൾ, ഒരു ഒറ്റ വ്യക്തി പോലും എതിരേൽക്കാൻ ഇല്ലാതിരുന്നപ്പോൾ ഈ പറയുന്ന ശ്മശാന മൂകതയായിരിക്കുന്ന ശൂന്യതയായിരിക്കുന്ന വേദന നിറഞ്ഞ സ്ഥലത്ത് നിന്ന് മാർത്ത ഓടിച്ചെന്ന് യേശുവിനെ എതിരേൽക്കുമ്പോൾ അവൾ ഏകയായിട്ടാ ചെന്നെങ്കിൽ ഈ ലാസർ ഉയർത്തെഴുന്നേറ്റ ശേഷം 4 ദിവസം കഴിഞ്ഞ് അവനെ ഉയർപ്പിച്ച ശേഷമായി അവൻ്റെ വീട്ടിൽ സദ്യയൊക്കെ കഴിഞ്ഞ് ഇത് അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ കണ്ടവർക്ക് ഒതുങ്ങി നിൽക്കാൻ കഴിഞ്ഞില്ല. അവര് ഒന്നടങ്കം ഒരു വലിയ പുരുഷാരം യേശുവിനെ എതിരേൽപ്പാനായിട്ട് വന്നു. അപ്പൊ അത് സ്വർഗത്തിന്റെ പദ്ധതിയായിരുന്നു. പറഞ്ഞല്ലോ, ഒരൊറ്റ വ്യക്തിയാണ് ആദ്യം യേശുവിനെ എതിരേൽപ്പാൻ എന്ന് പറഞ്ഞാൽ ലാസർ ഉയർക്കുന്നതിന് മുമ്പ് ഒരൊറ്റ വ്യക്തി മാർത്തയാണ്, മറിയയാണ്. അവർ രണ്ടുപേരെ യേശുവുമായിട്ട് എതിരേൽപ്പാൻ ചെന്നു. എന്നാൽ ഈ ലാസറിന്റെ മരിച്ചവൻ പുനരുത്ഥാനം പ്രാപിച്ച ശേഷം അവൻ ദേഹസഹിതനായിട്ട് യേശുവിനോടുകൂടി ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് പിന്നീട് അവിടെ ഒതുങ്ങി നിൽക്കാൻ കഴിഞ്ഞില്ല. അവര് ഒരു വലിയ പുരുഷാരം യേശുവിനെ എതിരേൽപ്പാൻ വേണ്ടി അവർ ഈന്തപ്പനയുടെ കുരുത്തോല എടുത്തുകൊണ്ട് അവൻ എതിരേൽപ്പാൻ ചെന്നു. എന്നിട്ട് ഇവര് പാടുകയാണ്, ഹോശന്ന, ഇസ്രായേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ
എന്നാർത്തു. യേശു ഒരു എന്നാർത്തു. ഈ ഒരു വലിയ പുരുഷാരം അവിടെ ഒത്തുകൂടുവാനിടയായിരുന്നു. ഇവര് ഒരുമിച്ച് ഒത്തുകൂടി യേശുവിനെ അവര് സ്വീകരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, അവിടെ മറ്റൊന്നും കർത്താവ് ചെയ്തില്ല. സ്വർഗം ചെയ്തത് വലിയൊരു പുരുഷാരത്തെ അവിടെ ഒരുക്കിക്കൊണ്ടുവരാൻ വേണ്ടിയാണ്. ലാസർ മരിക്കുവാൻ, ഞാൻ പറഞ്ഞല്ലോ, യേശുവിന് ഈ അവന്റെ ശുശ്രൂഷ അവസാന ഭാഗത്തിലേക്ക് എത്തുമ്പോൾ അവനിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന പ്രവചനങ്ങൾ ഒന്നൊന്നായി പൂർത്തീകരിക്കപ്പെടണം. അപ്പോൾ അവൻ ഈ ലാസർ മരിച്ച് 4 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുപ്പെടേണ്ടത് യേശു വീണ്ടും യെരൂശലേമിന്റെ അടുത്ത് ബേഥാനിയിൽ എത്തുവാനും യെരൂശലേമിലേക്കുള്ള ജൈത്രയാത്രയ്ക്ക് കാരണമായി തീരുവാൻ വേണ്ടിയാണ് ലാസറിന്റെ വീട്ടിൽ അങ്ങനെ വലിയൊരു വിഷയമുണ്ടായത്. യേശു അതിനെ ജയമാക്കി മാറ്റുവാനിടയായിരുന്നു. ആ ജയാളിയായിരിക്കുന്ന ക്രിസ്തുവിനെ എതിരേൽപ്പാൻ വേണ്ടി ഈ മഹാപുരോഹിതന്മാർ എല്ലാ പരിപാടികളും നോക്കിയിട്ടും പുരുഷാരത്തെ വിലക്കാൻ കഴിഞ്ഞില്ല. അവിടെ വലിയൊരു പുരുഷാരം യേശുവിനെ സ്വീകരിപ്പാൻ വേണ്ടി, എതിരേൽപ്പാൻ വേണ്ടി ചെന്നു. അവർ പോയത് ഈന്തപ്പനയുടെ കുരുത്തോല എടുത്തുകൊണ്ട് അവനെ എതിരേൽപ്പാൻ ചെന്നു എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇത് നടന്ന സംഭവമാണ്, പൂർത്തീകരിക്കപ്പെട്ട സംഭവമാണ്. ഇനി അത് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അത് ഒരിക്കലായിട്ട് സംഭവിച്ച കാര്യങ്ങളാണ്. പ്രവചനത്തിൽ രേഖപ്പെടുത്തുന്ന കാര്യങ്ങൾ അത് നിഴലായിരുന്നത് പുതിയ നിയമത്തിൽ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ സത്യസഭ, വചനം അറിയാവുന്ന സഭ പിന്നീട് അത് ആഘോഷിക്കത്തില്ല. നമ്മൾ പെസഹ ആചരിക്കുന്നില്ല, അതുപോലെ തന്നെ പഴയ പറഞ്ഞിരിക്കുന്ന ശബത്ത് ഇതൊന്നും ആചരിക്കാത്തതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും ഇത് നിഴലായിരുന്നു നിവർത്തിയിരിക്കപ്പെട്ടതുകൊണ്ടാണ്. എന്നാൽ ഇതിനെ നമ്മൾ രണ്ടായി നമ്മൾ ചിന്തിച്ച് പഠിക്കണം. ഒന്ന് സംഭവിച്ചു, മറ്റൊന്ന് സംഭവിക്കാനുള്ളതുമാണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഈ യേശുവിനെ അവർ എതിരേൽപ്പാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞത് കസാന്റെ രാജാവായി കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്നാർത്തു. യേശു ഒരു ചെറിയ കഴുതയെ കണ്ടിട്ട് അതിന്മേൽ കയറി. എന്ന് പറയാണ്, സിയോൻ പുത്രി ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിപ്പുറത്ത് കയറി വരുന്നു എന്ന് എഴുതിയിരിക്കുന്ന പോലെ തന്നെ എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ എടുത്തിരിക്കുന്ന പ്രവചനം നമ്മൾ സെഖര്യാവിന്റെ പ്രവചനം 9-ാം അധ്യായം 9-ാം വാക്യമാണ്. അപ്പോൾ 9-ാം വാക്യത്തിൽ നിന്ന് നമ്മൾ വായിക്കുമ്പോൾ അതേ പ്രവചനം അതുപോലെ തന്നെ അന്ന് അവിടെ നിവർത്തീകരിക്കപ്പെട്ടില്ല, അതുപോലെ എടുത്തെഴുതിയില്ല. പ്രവചനത്തിൽ ഒരു വള്ളിയോ പുള്ളി മാറാൻ പാടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിച്ചെന്നുള്ളത് ഇന്ന് രാത്രി അതിൻ്റെ അകത്തെ മർമ്മം മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പ്രവചന ഭാഗം വളരെ ശ്രദ്ധയോടെ ഒന്നുകൂടെ വായിച്ച് കേൾപ്പിച്ച് ചിന്തിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 9-ാം വാക്യം, സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷ് ആനന്ദിക്കുക, യെരൂശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതിയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രവചനം മുഴുവനും എടുത്തെഴുതിയില്ല. യോന എഴുതിയില്ല, അതുപോലെ തന്നെ ലൂക്കോസ് രേഖപ്പെടുത്തിയില്ല, മർക്കോസ് രേഖപ്പെടുത്തിയില്ല. എന്നാൽ മത്തായി എഴുതിയ സുവിശേഷത്തിൽ ഈ പ്രവചനം അതുപോലെ തന്നെ എടുത്തെഴുതിപ്പെട്ടിരിക്കുന്നതായിട്ട് കാണാം. അതുപോലെ ഏകദേശം അതിലുള്ള രേഖപ്പെടുത്തി. എന്നാൽ മർക്കോസും ലൂക്കോസും യോഹന്നാനും എഴുതിയിരിക്കുന്നത് കഴുതക്കുട്ടികളുടെ ബന്ധത്തിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ, ചെറു കഴുതികളുടെ ബന്ധത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ എന്തുകൊണ്ടാണ് ഈ സെഖര്യാവിന്റെ പ്രവചനത്തിൽ 9-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വചനത്തിന്റെ മുഴുവനും കാര്യങ്ങൾ എടുത്ത് പറയാതിരിക്കുന്നത് എന്നുള്ളതും നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ സിയോൻ പുത്രിയെക്കുറിച്ചും യെരൂശലേം പുത്രിയെക്കുറിച്ചും പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് കഴുതപ്പുറത്തും പെൺകഴുതിയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും പറഞ്ഞിരിക്കുമ്പോൾ ഒരു കഴുത, പെൺകഴുത, ചെറിയ കഴുത, രണ്ട് കാര്യങ്ങൾ സിയോൻ പുത്രി എന്നും യെരൂശലേം പുത്രി എന്നും പറഞ്ഞിരിക്കുന്നു. ഈ പ്രവചനം സുവിശേഷങ്ങളിൽ 4 ഭാഗത്ത് രേഖപ്പെടുത്തിയതിൽ മത്തായി സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ അതിൻ്റെ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഏകദേശം നമുക്ക് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന അതേ വചനം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. 21-ാം അധ്യായം 4-ാം വാക്യം, സിയോൻ പുത്രിയുടെ ഇതാ നിന്റെ രാജാവ് കഴുതപ്പുറത്തും വാഹനമൃഗത്തിന്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്ക വരുമെന്ന് പറയാം എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം വള്ളിച്ച് നിവൃത്തി വരുവാൻ ഇത് സംഭവിച്ചു എന്ന് പറഞ്ഞു. സിയോൻ പുത്രിയോട് ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിലെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നതെന്ന് പറയും.
ഇവിടെ സിയോൻ പുത്രി എന്ന് മാത്രമേ പറഞ്ഞു, യേശുവിൻ പുത്രി എന്ന് പറഞ്ഞിട്ടില്ല. സിയോൻ പുത്രി എന്ന് മാത്രമേ പറഞ്ഞിട്ടു. പക്ഷെ പറയുകയാണ് കഴുതപ്പുറത്തും വാഹനപുറത്തെ കുട്ടിയുടെ പുറത്തും കയറിൻ്റെ അടുക്കൽ വരുന്നു. അപ്പോൾ സകരായ പ്രവചനത്തിൽ പറയുന്ന യെരൂശലേം പുത്രി എന്നുള്ളത് ഒഴിവാക്കിക്കൊണ്ട് സിയോൻ പുത്രി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമേ നിവൃത്തിയിരിക്കപ്പെട്ടിട്ടുള്ളൂ. യെരൂശലേം പുത്രിയോട് പറഞ്ഞിരിക്കുന്ന കാര്യം കർത്താവിൻ്റെ ഒന്നാമത്തെ വരവെങ്കിൽ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ യെരൂശലേം പുത്രി എന്നുള്ളത് മാറ്റി നിർത്തിയിരിക്കുന്നത്, അവിടെ രേഖപ്പെടുത്താത്തത്. എന്നാൽ കഴുതപ്പുറത്തും വാഹനപുറത്തെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നുവെന്ന് അവിടെ രണ്ട് കഴുതകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തെളിവിനായിട്ട് കൂടുതൽ അത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അവിടെ രേഖപ്പെടുത്തിയിരുന്ന ഇപ്രകാരമാണ് നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ, അതിൽ കടന്നാൽ ഉടനെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കിട്ടിയിരിക്കുന്ന കാണും, അതിനെ അഴിച്ചു കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞിരിക്കുകയാണ്. കഴുതക്കുട്ടിയെ കണ്ടു, അതിൽ അവർ കൊണ്ടുവന്നു. അപ്പോൾ യേശു 2000 വർഷം മുമ്പ് അന്ന് ഹോശന്നയുടെ ദിവസം ഇതാ ദൈവരക്ഷ അടുത്തിരിക്കുന്നുള്ള അവർ ഘോഷിച്ച് ഇസ്രായേൽ രാജാവിനെ എതിരേറ്റ് കൊണ്ടുപോകുമ്പോൾ അന്ന് സിയോൻ പുത്രിയോടുള്ള ബന്ധത്തിലാണ് അത് നിവൃത്തീകരിക്കപ്പെട്ടത്. അത് സംഭവിച്ചപ്പോൾ കഴുതക്കുട്ടിപ്പുറത്താണ് യേശു കയറിയെന്നുള്ളതാണ് നമുക്ക് മർക്കോസ് എഴുതിൽ സുവിശേഷം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലൂക്കോസ് സുവിശേഷം അതിൻ്റെ 19-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ 28 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇത് പറഞ്ഞിട്ട് അവന് മുമ്പായി നടന്നുകൊണ്ട് യെരൂശലേമിലേക്ക് യാത്ര ചെയ്തു. അവൻ ഒലിവ് മലയരികെ ബേത്ഫായിക്കും ബേത്യാനിക്കും സമീപിച്ചപ്പോൾ ശിഷ്യന്മാർ 2 പേരെ അയച്ചു, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ, അതിൽ കടക്കുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്തൊരു കഴുതക്കുട്ടിയെ കിട്ടിയിരിക്കുന്നത് കാണും, അതിനെ അഴിച്ചു കൊണ്ടുവരുവീൻ. അതിനെ അഴിക്കുന്നത് എന്ത് എന്നാരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുന്നത്. അയക്കപ്പെട്ടവർ പോയി നിങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു. കഴുതക്കുട്ടി അഴിക്കുമ്പോൾ അങ്ങനെ അവർ കൊണ്ടുവന്നു. അവർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു ഒരു കഴുതക്കുട്ടി മേലിട്ടു, യേശുവിനെ കയറ്റി. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പറയാണ് കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ, സ്വർഗ്ഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് പറഞ്ഞു. പുരുഷാരത്തിൽ ചില പുരുഷന്മാർ അവനോട് അപ്പോൾ യേശുവിനെ കഴുതക്കുട്ടിപ്പുറത്താണ് യേശുവിനെ സിയോൻ പുത്രിയോടുള്ള ബന്ധത്തിൽ സെക്കര്യാവ് പ്രവചിച്ച പ്രവചനത്തിലെ സിയോൻ പുത്രിയോടുള്ള ബന്ധത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴുതക്കുട്ടിയോടുള്ള ബന്ധത്തിലാകുന്നു. ഇത് കാണിക്കുന്നത് സിയോൻ പുത്രിയോടുള്ള ബന്ധത്തിൽ കാണിക്കുമ്പോൾ എന്താകുന്നു ഈ കഴുതക്കുട്ടിയും കഴുതയും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് നമുക്ക് യാക്കോബ് ഇസ്രായേൽ ഗോത്രത്തോടുള്ള ബന്ധത്തിൽ അവൻ പ്രവചനാത്മാവിൽ പറഞ്ഞിരിക്കുന്ന ഇസ്രായേൽ ഗോത്രങ്ങളെ അനുഗ്രഹിച്ചുള്ള അനുഗ്രഹപ്രാപ്തിയിൽ പറഞ്ഞിരിക്കുന്ന വിഷയം കൂടി പഠിക്കുമ്പോഴാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ അഥവാ ഇസ്രായേലാകുന്ന യാക്കോബ് ഇസ്രായേലായി മാറ്റപ്പെട്ടു. അവൻ മരിക്കുന്നതിന് മുമ്പായി അവൻ്റെ മക്കളെ ഗോത്രങ്ങളുടെ ബന്ധത്തിൽ അനുഗ്രഹിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിനുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സെക്കര്യാവ് പ്രവചിക്കുന്നതിന് മുമ്പായി ഈ കാഴ്ചപ്പാടുള്ളവനായിരുന്നു യാക്കോബ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിക്കരുത് അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ നിസ്സാരക്കാരാണെന്ന് വിചാരിക്കരുത്. അവര് ജീവിതത്തിൽ നോക്കുമ്പോൾ ആട് വളർത്തി നടന്നവരും അല്ലെങ്കിൽ കിണർ കുത്തി നടന്നവരും അല്ലെങ്കിൽ കുറേ സമ്പാദിച്ചവരും ഒക്കെയാണെന്ന് വിചാരിക്കും. പക്ഷേ ഇവരുടെ ഉൾക്കാഴ്ച മുഴുവനും ഭാവികാല സംഭവങ്ങളെക്കുറിച്ചുള്ള വിഷയങ്ങളുടെ ബന്ധത്തിലായിരുന്നു അവർക്കുണ്ടായിരുന്നത്. നമ്മൾ ഭൂമി ജീവിക്കുമ്പോൾ ഒരുപക്ഷെ ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും മറ്റുള്ളവർ കാണുന്നത്. വീട് വെക്കുന്നു, പിള്ളേരെ കല്യാണം കഴിപ്പിച്ചയക്കുന്നു, മറ്റു കാര്യം. പക്ഷേ നമ്മുടെ അകത്ത് ഒരു വലിയ പ്രത്യാശ വന്നിട്ടുണ്ട്. ഒരു വലിയ ദീർഘദൂരമായ നിത്യതയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് വന്നിട്ടുണ്ട്. ലോകത്തിൽ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് അവരൊക്കെ അങ്ങനെയുള്ള പ്രവാചകന്മാരൊക്കെ പഴയ നിയമത്തിൽ ജീവിച്ച് പോന്നപ്പോൾ അവരും അന്നത്തെ സാഹചര്യത്തിൽ സാധാരണക്കാരെ പോലെയാണ് അവർ ജീവിച്ചു വന്നത്. ക്ഷാമവും സമൃദ്ധിയും ഇല്ലായ്മയും വെള്ളം അങ്ങനെയുള്ള പല വിഷയങ്ങളെ അഭിമുഖീകരിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ അവരുടെ ഉള്ളിൽ ഒരു വലിയ കാഴ്ചപ്പാടാണ്. അതുകൊണ്ടാണ് പറയുന്നത് ദൈവശില്പിയായി നിർമ്മിച്ചതും
അടിസ്ഥാനമുള്ളതുമായ നഗരത്തിന് വേണ്ടി അവർ കാത്തിരുന്നവരായിരുന്നു. പുതിയ നിയമത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്കും ചൂടും വൈറസും രോഗങ്ങളും ഒക്കെ നമ്മളെ ബാധിക്കും. അത് ദൈവഭാഗത്ത് വന്നതുകൊണ്ട് നമുക്കൊരു വിഷയം ഉണ്ടാകുന്നില്ല പറഞ്ഞത്. നമുക്കറിയാലോ, കോവിഡ് വന്നപ്പോൾ നമ്മളെ ബാധിച്ചു. നമ്മളും അതിനുള്ള വാക്സിനേഷനൊക്കെ എടുത്തു. എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും പറയാൻ പറ്റും ഞങ്ങളെ ബാധിക്കത്തില്ല, ഒരു ബാധയും ഞങ്ങൾക്ക് ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയല്ല അവിടെ ഉദ്ദേശിച്ചത്. പകൽ സൂര്യനും രാത്രി ചന്ദ്രനും ഒക്കെ ഉണ്ട്, പക്ഷെ അതിന്റെ ബാധ വരത്തില്ല. ഈ ഗ്രഹങ്ങളുടെ ബാധ വരത്തില്ല, പക്ഷേ ചൂടിന്റെയും തണുപ്പിന്റെയും ഒക്കെ ബാധ നമുക്ക് വരും. ഒരു ബാധ സംഭവിക്കില്ല എന്ന് പറഞ്ഞ അർത്ഥം ഈ ഗ്രഹങ്ങൾക്കുള്ള ജന്മത്തോടുള്ള ബന്ധത്തിലോ മറ്റുള്ള രീതിയിലുള്ള ഗ്രഹനിലയുള്ള ബന്ധത്തിലുള്ള ബാധയൊന്നും നമ്മളെ ബാധിക്കത്തില്ല. അതായത് സൃഷ്ടികളുടെ ബാധയും നമ്മളെ ബാധിക്കത്തില്ല. എന്നാൽ കാലാവസ്ഥയിലുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ ബാധിക്കും. അത് മനസ്സിലാക്കി എടുക്കണം. അല്ല, ഒരു ബാധയും നിനക്ക് ബാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഐസ് പോലുള്ള തണുപ്പത്ത് തുണി നമ്മൾ സ്വെറ്റർ ഇടാതെയൊക്കെ പോയി കഴിഞ്ഞാൽ ബാധിക്കപ്പെടും. ഒരു ബാധ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രൻ ഇതിനെ ബാധിക്കയില്ല എന്നതിന്റെ അർത്ഥം അത് ആ ഗ്രഹങ്ങളുടെ ഉള്ള ബന്ധത്തിലുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ബാധകൾ, അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ട്, ബാധകളുണ്ട്. അത് നമ്മളെ ബാധിക്കാത്തതിന്റെ കാരണം അതുകൊണ്ടാണ് നമുക്ക് നാളോ മുഹൂർത്തങ്ങളോ പ്രത്യേകതകളൊന്നും ഇല്ലാത്തത്. കാരണം നമ്മൾ അതിനെയല്ല ആരാധിക്കുന്നത്, അതിനെയല്ല നമ്മൾ ഭയപ്പെടുന്നത്, അവയെ സൃഷ്ടിച്ച ദൈവത്തെ നമ്മൾ ആരാധിക്കുക. അതുകൊണ്ടാണ് നമുക്ക് നമ്മളെ ബാധിക്കാത്തത്. ഒരു ബാധ ഇതിന് കൂടാതെ അടുക്കുകയില്ല എന്നതിൻ്റെ അർത്ഥം കോവിഡ് വന്നു കഴിഞ്ഞാൽ കോവിഡ് ഒരു വൈറസ്, ഒരു രോഗമാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അത് പേപ്പട്ടി ഇറങ്ങി കടിക്കാൻ നടക്കുമ്പം ഒരു ബാധ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കഥ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നില്ല. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, സൂര്യൻ്റെ ചൂട് അല്ലെങ്കിൽ തണുപ്പ് ഇത് നമ്മളെ ബാധിക്കും. ഇപ്പം ദൈവമക്കൾ അങ്ങനെ പരിജ്ഞാനമുള്ളവരായിരിക്കണം. ഒരു ബാധ ഇതിനെ ബാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നല്ല നട്ടുച്ചയ്ക്ക് ഇറങ്ങി വെളിയിൽ നിന്ന് വെയിലേറ്റ് സൂര്യാഘാതം ഉണ്ടാകും. അപ്പോൾ ഈ കാര്യങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി എടുക്കാതെ അതിന് അക്ഷരികമായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കി പോകുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ അത് വലിയ അബദ്ധം സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ചൂടും തണുപ്പും ഒക്കെ ഉണ്ടാകുമ്പോൾ പ്രൊട്ടക്ഷൻ ചെയ്യേണ്ടത് ഇനി ഇല്ല എങ്കിൽ ദൈവം നമ്മളെ കരുതിക്കോളും. നമുക്കൊന്നും ഇല്ലെങ്കിൽ, കുടയില്ല എങ്കിൽ ദൈവം സമ്മതിക്കും, നമ്മളൊക്കെ എന്തെങ്കിലും പ്രൊട്ടക്ഷൻ. ഞാൻ പറഞ്ഞല്ലോ, ഒരു ബാധയും ഇതിന് കൂടാതെ അടുക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കഥ അടയ്ക്കാനാണ് എല്ലാവരും കിടക്കുന്നത്. അല്ലല്ലോ, കഥ അടച്ചല്ലേ കിടക്കുന്നത്. ഇതിൻ്റെ ചില വിഷയങ്ങൾക്ക് വരുമ്പോൾ വലിയ കടുംപിടുത്തം പിടിക്കുന്നത് ചിലതൊക്കെ. ഒരു ബാധയും വരത്തില്ല കഥ വന്നിട്ട് കിടന്നേ, ആരെങ്കിലും കിടക്കുമോ? കിടക്കത്തില്ലല്ലോ. എല്ലാ കഥവും അടച്ചൊന്ന് 3 പ്രാവശ്യം പോയി നോക്കിയിട്ടില്ലേ കിടക്കുന്നതാ. കാരണം അത് നോക്കണം. ഞാൻ പറഞ്ഞത് അത് ഈ ലോകത്തെ, പക്ഷേ നമ്മളെ ബാധിക്കാവുന്ന കാര്യങ്ങളുണ്ട്. അത് നമുക്ക് കരുതാൻ പറ്റത്തില്ല, നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. കടച്ചിട്ടൊരിക്കുന്നതുകൊണ്ട് ഒരിക്കലും മറ്റുള്ള ബാധകൾ പ്രവേശിക്കാതിരിക്കത്തില്ല. അത് പ്രവേശിക്കാം. അതിനെ തടയാൻ കഴിവുള്ള നമ്മുടെ കർത്താവ് നമ്മളെ ബാധിക്കത്തില്ല. നമ്മൾ സംരക്ഷിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മളാൽ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെ കർത്താവ് പറഞ്ഞു, ഞാൻ സംരക്ഷിച്ചോളാം, നീ അതേക്കുറിച്ച് ഭാരപ്പെടണ്ട, നീ അതിനു വേണ്ടി മുഹൂർത്തം നോക്കണ്ട, നീ നാളെ നോക്കണ്ട, സമയം നോക്കണ്ട, അതൊക്കെ ജാതികൾ ചെയ്തോട്ട്, നിന്നെ അത് ബാധിക്കത്തില്ല. അതുകൊണ്ടാണ് ദൈവം നമ്മളെ സ്വന്തമാക്കിയത്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കി വായിക്കാം. അപ്പോൾ ഇവിടെ ഈ 49-ാം അധ്യായത്തില് ഈ പ്രവചനാത്മാവിൽ ദീർഘദൃഷ്ടിയുള്ളവനായിരിക്കുന്ന യാക്കോബ് പ്രവചിക്കുകയാണ്. തന്റെ മക്കളെ കുറിച്ച് പ്രവചിക്കുക. ഞാൻ പറഞ്ഞത്, അന്ന് അവർക്ക് അത്രയും കാഴ്ചപ്പാടും ദൈവനഗരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ദൂരവ്യാപക കാഴ്ചപ്പാടുണ്ടായിരുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന കാഴ്ചപ്പാട് എത്ര മനോഹരവും എത്ര ഈടുറ്റതുമുള്ളതാണെന്ന് മനസ്സിലായിട്ടുണ്ടോ? നമ്മളെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ പുറമെ നമുക്കുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രതികളുണ്ട്. ഞാൻ ഇവിടെ ഇരുന്ന് രാത്രി സംസാരിക്കുമ്പോഴും എനിക്ക് ചുറ്റുമായ നിരവധി ഭാരങ്ങളും സമ്മർദ്ദങ്ങളും വിഷയങ്ങളുമുണ്ട്. എന്നാൽ എൻ്റെ ഉള്ളിൽ ദൂരവ്യാപകമായിരിക്കുന്ന നിത്യതയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. അത് ദൈവം സ്വർഗത്തിൽ നിന്ന് പണിതടക്കുന്ന ആ സ്വർഗീയ യെരൂശലേമിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. അതിലെ വിശുദ്ധ മന്ദിരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോഴും ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദർശനം മങ്ങിപ്പോകരുത്. അതുകൊണ്ടാണ് സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് വരാതിരിക്കുവാൻ ദിവസങ്ങളിൽ ആ സ്വർഗീയ ദർശനം പ്രാപിച്ചവർ ദീർഘദൃഷ്ടിയോടെ അതിനുവേണ്ടി കാത്തിരിക്കണം.
ഏത് വിഷയം വരുമ്പോഴും അകത്തെ സന്തോഷം നഷ്ടപ്പെട്ടു പോയി. കഴിഞ്ഞ ദിവസം ഞാൻ ഏതൊരു മീറ്റിംഗ് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, രോഗം വന്ന് റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് രോഗിയാന്ന് പറയുമ്പോൾ അവിടെ സന്തോഷിക്കുകയാണ് ഞാൻ. നല്ല നമുക്ക് സങ്കടമുണ്ടോ, എല്ലാ മനുഷ്യനും വിഷമമുണ്ട്. പക്ഷേ അങ്ങനെ വരുമ്പോഴും, അല്ലെങ്കിൽ നമുക്ക് പലതും കിട്ടാതെ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, നാം ആഗ്രഹിച്ച് നടക്കാതെ വരുമ്പോൾ നമുക്ക് ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്, ഭൗമികമായ രീതിയിൽ ദുഃഖമുണ്ട്. വേർപാട് ദുഃഖം വരുത്തും, രോഗം ദുഃഖം വരുത്തും, സാമ്പത്തിക ഞെരുക്കങ്ങൾ ദുഃഖം വരുത്തും. അത് മനുഷ്യനാണ്. നമുക്ക് പുറമേ ദുഃഖമുണ്ട്, മുറിവേറ്റാൽ നമുക്ക് വേദന വരും. എന്നാൽ അകത്തെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് എപ്പോഴും സന്തോഷാവസ്ഥയിലാണ്. അത് പറയുന്നത് എപ്പോഴും സന്തോഷിപ്പിക്കുന്നു പറയുന്നത്. അപ്പൊ നമ്മുടെ അകത്തെ തന്നെ രക്ഷയുടെ സന്തോഷം പുറമെയുള്ള സമ്മർദ്ദങ്ങൾ കൊണ്ട് കെടുത്തിക്കളയരുത്. അതുകൊണ്ട് പറയുന്നത്, പൗലോസ് പറയുന്നത്, സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പിക്കുന്നത്. ഞാൻ ഈ ദൂത് പറഞ്ഞപ്പോൾ മനസ്സിലാക്കിയിട്ടിരിക്കേണ്ടത്, എങ്ങനെയാണ് നമുക്ക് സന്തോഷിപ്പാൻ കഴിയുന്നത്? നമ്മൾ പുറമെ പാട്ടുപാടി ചണ്ടയടിച്ച് അത് ഞങ്ങൾ സന്തോഷത്തോടെ കാണിക്കുകയല്ല ചെയ്യേണ്ടത്. ആ സ്വർഗ ദർശനം മങ്ങിപ്പോകരുത്. ഇന്ന് രാത്രി ഇത് കേൾക്കുമ്പോൾ നമുക്ക് മക്കളെക്കുറിച്ചും മറ്റുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. നമ്മൾ ആഗ്രഹിച്ച പല നടക്കാതെ പോകുന്നുണ്ട്. മറ്റു പലരുടെയും കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നടക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ നമുക്കത് പലതും നിവൃത്തിയിരിക്കപ്പെടുന്നില്ലെന്ന് ഓർക്കുമ്പോൾ വേദനയുണ്ട്. അത് പുറമേയുള്ള മനുഷ്യൻ, പുറമേ ജഡത്തിലുള്ള വേദന, ദേഹത്തിലുള്ള വേദനയാണ്, മനസ്സിന്റെ വേദന. എന്നാൽ ആത്മാവിൻ്റെ അകത്തത് ഒരിക്കലും ആ സമ്മർദ്ദങ്ങളും വിഷയങ്ങളും ഒന്നും അകത്ത് വന്ന് സ്വർഗീയ ദർശനം മങ്ങിപ്പോകാതിരിക്കുവാൻ രാത്രിയിൽ ദൈവാത്മാവിൽ ഓർപ്പിക്കുക. ഞാൻ പറഞ്ഞല്ലോ, പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായിരുന്ന യാക്കോബിനെ ദൈവം അവൻ്റെ മരണ സമയമായപ്പോൾ അവനെ രാജകീയമായിട്ട് യാതൊരുവിധ ചിന്തകളും കൂടാതെ അവനെ സ്വസ്ഥമായി ഏകദേശം 17 വർഷം അവനെ മിസ്രൈമിൽ കൊണ്ടുപോയി ഇരുത്തിക്കഴിഞ്ഞപ്പോൾ അവൻ ചിന്തിച്ചത് മുഴുവനും സ്വർഗീയമായിരുന്നു. അന്ന് വരെയുള്ള അവൻ്റെ വേദന മാറി, അസ്വസ്ഥ മാറി. ദൈവം അവന് സ്വസ്ഥത കൊടുത്തപ്പോൾ അവൻ ഭാവി കാര്യങ്ങളെ കുറിച്ച് വലിയ കാഴ്ചപ്പാടോടെ ചിന്തിപ്പാനിടയാത്തുന്നു. വേദനയും ഭാരവും ദുഃഖങ്ങളൊക്കെ ഉള്ളപ്പോൾ ഒരുപക്ഷെ നമുക്ക് കൂടുതലായി ചിന്തിക്കുവാനോ പഠിക്കുവാനോ മനസ്സിലാക്കുവാനോ കഴിയാതെ നാം പതറിപ്പോകും. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുക, നമുക്ക് സ്വർഗീയ ദർശനത്തിന് മങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ അതിനെ പരിപോഷിപ്പിക്കാൻ, അഭിവൃദ്ധിയിലേക്ക് വരുത്തുവാനുള്ളതായ സന്ദർഭം ദൈവം നമുക്ക് ഒരുക്കിത്തരും. അതുകൊണ്ടാണ് യാക്കോബ് അന്ന് ജോസഫ് ഇല്ലാത്തൊരവസ്ഥയിൽ, ദാരിദ്ര്യാവസ്ഥയിൽ അവിടെ കിടന്നിരുന്നെങ്കിൽ അവൻ്റെ ദർശനത്തിന് ആഴം കിട്ടത്തില്ലായിരുന്നു. എന്നാൽ അവൻ മരിക്കുന്നതിന് മുമ്പായി ദൈവം അവന് സ്വസ്ഥത കൊടുത്തു, രാജീകത കൊടുത്തു. അവൻ വളരെ അവിടെ ലക്ഷറിയിൽ അവൻ ജീവിച്ച് പോവുകയല്ല ചെയ്തത്. ദൈവമായിട്ടുള്ള വലിയ ബന്ധം അവൻ്റെ ജീവിതത്തിൽ ആഴമേറിയ കാഴ്ചപ്പാട് കൊടുത്തു. അതാണ് 49-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാനത് മുഴുവൻ പോകാൻ ആഗ്രഹിക്കുന്ന അതിൻ്റെ 49-ാം അധ്യായം 11-ാം വാക്യം നമ്മൾ വായിച്ച സെഖര്യാ 19-ാം അധ്യായം 9-ാം വാക്യത്തോടുള്ള ബന്ധത്തിൽ ഒന്ന് ബന്ധപ്പെടുത്തി, എന്താണ് കഴുതക്കുട്ടി, എന്താണ് യെരൂശലേം കഴുത, എന്താകുന്നു സിയോൻ പുത്രി, എന്താണ് യെരൂശലേം പുത്രി എന്നുള്ള വ്യത്യാസം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ഭാഗം ഇന്ന് രാത്രിയിൽ എടുത്ത് ഉദ്ധരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവൻ മുന്തിരിവള്ളിയോട് ചെറു കഴുതയെയും വിശിഷ്ട മുന്തിരിവള്ളിയോട് കഴുതക്കുട്ടിയെയും കെട്ടുന്നു. ഇപ്പോൾ രണ്ട് കാര്യം പറഞ്ഞിരിക്കുന്നു. മുന്തിരിവള്ളിയോട് കഴുതയെയും വിശിഷ്ട മുന്തിരിവള്ളിയോട് കഴുതക്കുട്ടിയെയും കെട്ടുന്നു. ഇതാണ് ഇസ്രായേൽ ആയിരിക്കുന്ന യാക്കോബ്. പഴയ നിയമത്തിന്റെ മുന്തിരിവള്ളി, വിശിഷ്ട മുന്തിരിവള്ളിക്ക് ഇസ്രായേലായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ പ്രവചനാത്മാവിൽ കണ്ടത്, അവൻ മുന്തിരിവള്ളിയോട്, ദൈവം മുന്തിരിവള്ളിയോട് ചെറു കഴുതയെയും വിശിഷ്ട മുന്തിരിവള്ളിയോട് കഴുതക്കുട്ടിയെയും കെട്ടുന്നു. അപ്പോൾ ഇവിടെ പ്രവചനം നമുക്കൊന്നുകൂടെ വായിക്കുമ്പോൾ, സെഖര്യാ 9-ാം അധ്യായം 9-ാം വാക്യോടെ വായിക്കുമ്പോൾ, ഈ പ്രവചനം നിന്ന് നമുക്കത് ഇവിടെ മുന്തിരിവള്ളി, വിശിഷ്ട മുന്തിരിവള്ളി എന്താണ്, മുന്തിരി ഏതാണ്, ചെറു കഴുത ഏതാണ്, കഴുതക്കുട്ടി ഏതാകുന്നു എന്നുള്ളത് നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ 9-ാം അധ്യായം വായിക്കും, സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക, യെരൂശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതിയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ
യെരൂശലേമിലേക്കുള്ള ജൈത്രയാത്രയിൽ അന്ന് സംഭവിച്ചത് സിയോൻ പുത്രിയാകുന്ന ദൈവസഭയോടുള്ള ബന്ധത്തിൽ പൂർത്തീകരിക്കപ്പെട്ടതുകൊണ്ടാണ് ഈ വിശിഷ്ട മുന്തിരിവള്ളിയോട് കഴുതക്കുട്ടിയെ കെട്ടുന്നുള്ള വചനം കഴുതക്കുട്ടിയുള്ള ഭാഗത്ത് ഉള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു ഒന്നാമത് വന്നപ്പോൾ ഇസ്രായേൽ അവനെ അനുസരിച്ചില്ല. എന്നാൽ ആ കൂടി വന്ന വലിയ പുരുഷാരത്തിൽ, സമ്മിശ്രമാരിക്ക് നികൂതന്മാരുടെ പുരുഷാരത്തിൽ ദൈവസഭയിൽ ഉൾപ്പെടാനുള്ളവർ സിയോൻ പുത്രിയുടെ ഗണത്തിൽപ്പെടുവാനുള്ളവർ ഉണ്ടായിരുന്നു. അതുപോലെ യെരൂശലേം പുത്രിമാരുടെ ഗണത്തിൽപ്പെടുവാനുള്ളവർ ഉണ്ടായിരുന്നു. അപ്പോൾ യെരൂശലേം പുത്രി എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ഇസ്രായേലോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തു രണ്ടാമത് വരുമ്പോൾ അവനെ രാജാവായി സ്വീകരിക്കുന്നതിനെ കുറിച്ച് അവർ കഥ പറഞ്ഞു. നിങ്ങൾ ഇനിയും ദൈവനാമത്തിൽ വരുന്നത് വാഴ്ത്തപ്പെട്ടു എന്ന് പറയുവോളം നിങ്ങൾ എന്നെ കാണുകയില്ല എന്ന് പറഞ്ഞാണ് കർത്താവ് അത് അവസാനിപ്പിക്കുന്നത്. മത്തായി 21-ാം വാക്യവും 23-ാം 39-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അന്തരം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. 21-ാം അധ്യായം 9-ാം വാക്യത്തിൽ അവര് പാടുന്നത് ദൈവസഭയുള്ള ബന്ധത്തിൽ, സിയോൻ പുത്രിയുള്ള ബന്ധത്തിലാണ് അവർ അന്ന് ശുശ്രൂഷ ചെയ്തെടുത്തത്. അതാണ് 21-ാം അധ്യായം 9-ാം വാക്യം. എന്നാൽ 23-ാം അധ്യായം അതിൻ്റെ 39-ാം വാക്യത്തിൽ യേശു 37-ാം വാക്യത്തിൽ യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിങ്ങനെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറയും കീഴ് ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. ഇവിടെ സിയോൻ പുത്രി എന്ന് പറഞ്ഞില്ല, സിയോനെ എന്ന് പറഞ്ഞില്ല. ഇവിടെ പറഞ്ഞത് യെരൂശലേമേ യെരൂശലേമേ എന്ന. ഇനി യശാന്തനൊക്കെ വായിക്കുമ്പോൾ സിയോൻ പുത്രി, സിയോനെ ഉണരുക എന്നൊക്കെ വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഗ്രഹിച്ചെടുക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഇതിനു മുമ്പ് യെരൂശലേം പുത്രിയും സിയോൻ പുത്രിയും നമ്മൾ വ്യത്യാസത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ നല്ല കാര്യം ഒന്നുകൂടെ ഓർപ്പിച്ചെന്നേ ഉള്ളൂ. പ്രവചനത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന ഈ വിഷയങ്ങളെ നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കി കിടക്കുന്ന ഉൽപ്പത്തി പുസ്തകം പഠിക്കണം. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ് നമുക്കിത് അതിൻ്റെ ആഴം മനസ്സിലാകുന്നത്. ഞാൻ പറഞ്ഞത് അന്ന് അവർക്ക് സിയോൻ പുത്രി ആരായിരുന്നുള്ളതും യെരൂശലേം പുത്രി ആരാകുന്നുള്ളതിൻ്റെ വ്യക്തത കിട്ടിയിരുന്നു. അതേക്കുറിച്ച് സെക്കരിയാവ് രേഖപ്പെടുത്തി. അത് 2 പ്രാവശ്യം യേശു ലോകത്തിൽ രാജാവായിട്ട് അവനെ എഴുന്നള്ളിക്കുമെന്ന്, അപ്പോൾ അവനെതിരേൽക്കുമെന്ന്. അതിൻ്റെ 1-ാം ഭാഗം നടന്നത് സിയോൻ പുത്രിയുള്ള ബന്ധത്തിലായിരുന്നുവെന്നും അത് വിശിഷ്ട മുന്തിരിവള്ളിയായിരിക്കുന്ന ദൈവസഭയുള്ള ബന്ധത്തിലാണ് കഴുതക്കുട്ടി. അതുകൊണ്ടാണ് മത്തായി എഴുതിയപ്പോൾ സിയോൻ പുത്രിയോട് പറഞ്ഞിട്ട് ഈ മറ്റു 3 സുവിശേഷങ്ങളിലും കഴുതക്കുട്ടിയുടെ പുറത്ത് യേശു കയറിയിരുന്നെന്ന് പറയുമ്പോൾ സിയോൻ പുത്രിയുള്ള ബന്ധത്തിൽ, ദൈവസഭയുള്ള ബന്ധത്തിൽ, മീതെയുള്ള യെരൂശലേമിലുള്ള ബന്ധത്തിലാണ് അന്നത്തെ രാജകീയ ഘോഷയാത്ര നടന്നത്. എന്നാൽ അതിൻ്റെ 2-ാം പാദമായിരിക്കുന്ന കഴുതയോടുള്ള ബന്ധത്തിൽ, ചെറുകഴുതയോടുള്ള ബന്ധത്തിൽ കാണിച്ചിരിക്കുന്ന ഇസ്രായേലുള്ള യെരൂശലേമിലുള്ള ബന്ധത്തിലുള്ള ബന്ധത്തിലാണ് അത് സംഭവിക്കുന്നത് കർത്താവിൻ്റെ 2ാമത്തെ വരവെങ്കിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് പ്രവചനം അതുപോലെ തന്നെ എടുത്തെഴുതാതെ അതിൻ്റെ 2 ഭാഗങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം ശരിക്കും ശ്രദ്ധിച്ച് വായിച്ച് പ്രവചനാത്മാവിൽ അതിനെ വ്യാഖ്യാനിച്ചെടുത്തിട്ടില്ല എങ്കിൽ കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. എന്നാൽ അതിൻ്റെ യഥാർത്ഥമായ പൊരുൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ വായിക്കുമ്പോൾ, മറ്റുള്ള പ്രവചനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അതിനകത്തുനിന്നുള്ള അന്തരം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ യെരൂശലേം പുത്രി ആരാണ്, സിയോൻ പുത്രി ആരാണ് എന്നൊക്കെയുള്ള ചിന്തകൾ വായിച്ചപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ വായിക്കുന്നവരാണോ എന്നുള്ളത് നമുക്ക് ഈ ദിവസങ്ങളിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. പലരും ദൈവം വായിക്കുന്നില്ല എന്നുള്ളതാണ് പരമമായിരിക്കുന്ന ഒരു കുറവായിട്ട് കാണുന്നത്. നമ്മളിന്ന് ഒരുപാട് ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. പണ്ട് വായിച്ചത്ര ദൈവജനങ്ങളൊക്കെ ഇപ്പോൾ വായിക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പണ്ട് പ്രവചനങ്ങളും ഭാഗങ്ങളൊക്കെ വായിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മുടെ സമയം കവർന്നു കളയുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ചിന്തിക്കുന്നത് ഈ രാത്രിയിൽ എനിക്ക് നല്ലതാണ്, നിങ്ങൾക്ക് നല്ലതാണ്, നമുക്കത് നല്ലതാണ്. നമ്മുടെ സമയത്തെ മറ്റൊന്നും കവർന്നു കളയാതെ മനസ്സിലായാലും ഇല്ലെങ്കിലും ദൈവം നമുക്ക് വായിക്കാൻ ഈ രാത്രിയിൽ തീരുമാനമെടുക്കണം. ഒരുപക്ഷെ ഒന്നും മനസ്സിലായി കാണത്തില്ലായിരിക്കാം, പക്ഷേ എങ്കിലും ദൈവജനം നമ്മൾ കരങ്ങളിലേന്തി വായിക്കണമെന്ന് ഇന്ന് രാത്രിയിൽ എന്നോട് ദൈവാത്മാവ് ഉപദേശിക്കുന്നു. അത് നിങ്ങളോട് ഞാൻ ദൈവാത്മാവിൽ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നോടാണ് പറയുന്നത്, നിങ്ങൾ അതിനെ ഓർപ്പിച്ചതേ ഉള്ളൂ. എന്നെക്കാൾ അധികമായി ദൈവം വായിക്കുന്നവരും
പഠിക്കുന്നവരും ചിന്തിക്കുന്നവരുമാണ് എങ്കിൽ ഞാൻ എന്നോടായിട്ടുള്ള ദൂതായിട്ട് ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് രാത്രി ഞാനത് എന്നെ തന്നെ ദൈവം സമർപ്പിക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചേർത്തുകൊള്ളുവാൻ മനസ്സായില്ല, നിങ്ങൾക്ക് മനസ്സായില്ല, നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടതെന്ന് നിങ്ങൾ പറയുവോളും നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഭവനം യെരൂശലേമേ ശൂന്യമായി തരാൻ പോവുകയാണ്. നീ ആശ്രയിച്ചിരിക്കുന്ന യേശുവിൻ്റെ ആലയമുണ്ടല്ലോ, അവിടുത്തെ കാര്യങ്ങളിൽ ഊറ്റമുണ്ടല്ലേ നിൽക്കുന്നത്. അതിൻ്റെ പൊരുളായിരിക്കുന്ന എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ വന്നപ്പോൾ എന്നാൽ സെഖര്യാവിൻ്റെ പ്രവചനത്തിൽ പതിക്കുന്ന പ്രവചന പ്രകാരം എനിക്ക് ചെയ്യേണ്ടത്, എനിക്ക് വേണ്ടിയിട്ടുള്ളത് ഇവിടെ ചെയ്യുവാൻ സ്വർഗം അത് ചെയ്തെടുത്തു. അവിടെ നിങ്ങൾ ആർത്തില്ലെങ്കിൽ കല്ലുകൾ ആർക്കുമെന്ന് പറഞ്ഞത് പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. അപ്പം കർത്താവ് നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവെന്ന് നിങ്ങൾ പറയുവോളും അവർ പറയും. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ യേശുവിനെ അവർ സ്വീകരിക്കും. അന്ന് കഴുതപ്പുറത്ത് അവനെ അവർ സ്വീകരിക്കും. സമാധാനത്തിൻ്റെ പ്രഭുവായി യേശു രണ്ടാമത് വരും. ഈ ആദ്യം യേശു വന്നത് പ്രവചനത്തിന് ഒന്നാം ഭാഗമായിരുന്ന കഴുതക്കുട്ടിപ്പുറത്ത് വിശിഷ്ട മുന്തിരിവള്ളിയുള്ള ബന്ധത്തിലായിരുന്നെങ്കിൽ മുന്തിരിവള്ളിയായ നിസ്സായുള്ള ബന്ധത്തിൽ രണ്ടാമത്തെ വരവെങ്കിൽ സംഭവിക്കും. അതുകൊണ്ടാണ് സെഖര്യാവ് 9-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന ചെറുകഴുതിയെക്കുറിച്ചും കഴുതക്കുട്ടിയെക്കുറിച്ചും യെരൂശലേമിനെക്കുറിച്ചും യെരൂശലേം പുത്രിയെക്കുറിച്ചും സിയോൻ പുത്രിയെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നത്. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ യെരൂശലേം പുത്രി എന്ന് പറയാതെ സിയോൻ പുത്രി ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിപ്പുറത്ത് കയറി വരുന്നു എന്ന് എഴുതിയിരിക്കുന്ന പോലെ തന്നെ. കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. അത് നമുക്ക് വേണ്ടിയാണ്, സിയോന് വേണ്ടിയാണ്, സ്വർഗീയ സിയോന് വേണ്ടിയാണ് യേശുവിനെ അന്ന് അവരെ ആ രാജാവായിട്ട് അംഗീകരിച്ചെങ്കിൽ ഇസ്രായേൽ ഇതുവരെയും യേശുവിനെ രാജാവായിട്ട് അംഗീകരിച്ചിട്ടില്ല. അവരെന്നും സുവിശേഷം അറിയിക്കുന്നത്, ഞാൻ ആദ്യ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, അവർ യേശുവിനെ കൊന്നുകളഞ്ഞവരാണ്, പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞതാ, സുവിശേഷത്തിൽ ബദ്ധശത്രുക്കളായി നിന്നവരാ, ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരാ, സകല ജനത്തിനും അവർ വിരോധികളായി നിൽക്കുന്നവരാ. അവര് ഒരിക്കൽ തിരിച്ചറിയും, കുത്തിയെങ്കിലേക്ക് നോക്കും. അന്ന് അവർ രാജാവായിരിക്കുന്ന ക്രിസ്തുവിനെ അവർ സ്വീകരിക്കും. അന്ന് പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന മുന്തിരിവള്ളിയുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന അവിടെ പിതാമകനായിരിക്കുന്ന യാക്കോബ് പറഞ്ഞിരിക്കുന്ന പ്രവചനം, യാക്കോബിൽ നിന്ന് ഒരു ജാതിയുടെ കൂട്ടങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജാതിയായിരിക്കുന്ന ദൈവസഭ, സിയോൻ പുത്രിയായിരിക്കുന്ന ദൈവസഭയെക്കുറിച്ചുള്ള ബന്ധത്തിലുള്ള പ്രവചനം 2000 വർഷം മുമ്പ് പൂർത്തീകരിക്കപ്പെട്ടു. നിരാത്തിൽ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ രാജാവായി വാഹനമേറിയിരിക്കുന്നു. അന്ന് ആ ചെറുകഴുതക്കുട്ടിയെ, കഴുതക്കുട്ടിയെ സിയോൻ പുത്രിയുള്ള ബന്ധത്തിൽ അയച്ചുകൊണ്ടെന്ന് പറഞ്ഞു. ഇതിനെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടിനെയും കൊണ്ട് ആവശ്യമുണ്ട്. ഈ കർത്താവിന്റെ ഒന്നാമത്തെ വരവെങ്കിൽ സഭയ്ക്ക് വേണ്ടി, സിയോൻ പുത്രിക്ക് വേണ്ടിയാണ്. യേശു കർത്താവ് മൃഗത്തിന്റെ മുകളിൽ രാജാവായി വന്നെങ്കിൽ അവനെ ദിവസങ്ങളിൽ വിശിഷ്ട മുന്തിരിവള്ളിയായിരിക്കുന്ന എന്നെയും നിങ്ങളെയും അന്ന് കണ്ടത് കഴുതക്കുട്ടിയുള്ള ബന്ധത്തിലായിരുന്നു. ആ ബന്ധത്തിലാണ് ക്രിസ്തു നമ്മളിൽ വാഹനമേറിയിരിക്കുന്നത്. അവനെ രാജാവായി, അവനെ ഹൃദയത്തിൽ വഹിക്കുന്ന, അവനെ വാഹനം വായിറ്റുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വിശിഷ്ട മുന്തിരിവള്ളിയായിരിക്കുന്ന കഴുതക്കുട്ടിയുള്ള ബന്ധത്തിൽ അന്ന് അവർ പാടിയ വചനം നമ്മുടെ ജീവിതത്തിൽ അർത്ഥം, അത് യഥാർത്ഥമായി പൊരുളായി നിവർത്തിയിരിക്കപ്പെടുവാണ്ട് എത്തുന്നു. അന്നവർ കഴുതക്കുട്ടി പുറത്ത് യേശുവിനെ സിയോൻ പുത്രി ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടി പുറത്ത് കയറി വരുന്നുവെന്ന് എഴുതിയിരിക്കുന്ന പോലെ തന്നെ എന്ന് പറയാണ്. ഇത് അവന്റെ ശിഷ്യന്മാർ ആദിയിൽ ഗ്രഹിച്ചില്ല. യേശുവിന് തേജസ്കരണം വന്ന ശേഷം അവനെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്നും അവൻ ഇങ്ങനെ ചെയ്തു എന്നും അവർക്ക് ഓർമ്മ വന്നു. ഇസ്രായേലല്ല, യേശുവിന് ശിഷ്യന്മാർ, അവർ ദൈവസഭയുടെ അംഗങ്ങളായി തീർന്നവരാ. ഇവിടെ സിയോൻ പുത്രിക്ക് വേണ്ടി അവൻ വാഹന മൃഗമായി കഴുതക്കുട്ടി പുറത്താ വന്നെങ്കിൽ പ്രവചനത്തെ ഒരു ഭാഗം നിറവേറപ്പെടുവാനുണ്ട്. അതിവിദൂരമല്ലാത്ത സമയത്ത് കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ അത് സംഭവിക്കാൻ പോവുകയാണ്. അന്ന് അവനോട് കൂടെ ഞാനും നിങ്ങളും, എനിക്കും നിങ്ങൾക്കും നമ്മളെ എതിരേൽക്കാൻ ഇസ്രായേൽ ജനം ഒരുങ്ങിയിരിക്കും. ഇന്ന് എതിരായിരിക്കുന്ന സകലരും അന്ന് അനുകൂലമായി, അന്ന് എതിരേൽപ്പാൻ വേണ്ടി നിൽക്കുമെന്നുള്ള ദൂതുകൂടി രാത്രി ഞാൻ ഇവിടെ ഉറക്കെ പ്രസ്താവിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുവിനെ വാഹനമേറ്റിയത് കൊണ്ട് ദിവസങ്ങളിൽ
ഞാനും നിങ്ങളും മാനിക്കപ്പെടാൻ പോവുക. അവൻ രാജാവായി നമ്മുടെ ഹൃദയത്തിലുള്ളത് കൊണ്ട് രാജാതി രാജാവിനെ ഈ ദിവസങ്ങളിൽ സ്വീകരിച്ചുകൊണ്ട് സിയോൻ പുത്രിയെ പോലെ ദിവസങ്ങളിൽ ദൈവാത്മാ പറയുക, എന്ന് രാത്രി പറയുക, ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുത കുട്ടിപ്പുറത്ത് വരുന്നു. നമ്മുടെ ഭയം മാറ്റുവാൻ, നമ്മുടെ മൃത്യുഭീതി മാറ്റുവാൻ, മരണഭീതിയിൽ അടിമപ്പെട്ടിരുന്ന എന്നെയും നിങ്ങളെയും പാപത്തിന്റെ ചങ്ങല അഴിച്ച് നമ്മളെ ഭയമില്ലാത്തവരാക്കി അതേ നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ യേശു കർത്താവിന് വേണ്ടി കാത്തിരിപ്പാനുള്ള ആ ധൈര്യവും പ്രത്യാശയും തന്നതിനായി രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ക്രിസ്തു നമ്മളിൽ അവൻ വാഹനമേറിയിരിക്കുന്നത് കൊണ്ട് നാം ഭയപ്പെടേണ്ട ആവശ്യമില്ലതുകൊണ്ട് സിയോൻ പുത്രി ഭയപ്പെടേണ്ട, ദൈവസഭയെ ഭയപ്പെടേണ്ട. അവനെ വാഹന ഏറ്റിയിരിക്കുന്ന ഒരു വ്യക്തി പോലും യേശു രാജാവായിട്ടുള്ളവരെ കുറിച്ച് പറയുന്നത് നിന്റെ ഉള്ളിൽ രാജാവില്ലയോ എന്ന. രാജാവുണ്ടെങ്കിൽ ദിവസങ്ങളിൽ ദൈവത്തിന്റെ നാമത്തിൽ നിന്ന് രാത്രി പറയണം, എൻ്റെ രാജാവായിരിക്കുന്ന ദൈവം എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് അവൻ എനിക്ക് വേണ്ടി സകലത്തെയും നിയന്ത്രിക്കും. എല്ലാവരും കരങ്ങൾ ഉയർത്തി രാത്രി സ്തോത്രം ചെയ്ത് പറഞ്ഞാട്ട്, സിയോൻ പുത്രി നീ ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടി പുറത്തു കയറി വരുന്നു. ആ പ്രവചനം, സെക്രിയ പറഞ്ഞ പ്രവചനം, അതിന്റെ പ്രവചനത്തിന്റെ നമ്മൾ ആരംഭമിട്ടത് യാക്കോബ് പറഞ്ഞു തരുന്നതാണ്. ഇവിടെ വിശിഷ്ട മുന്തിരിവള്ളിയെ കഴുതക്കുട്ടിയോട് കിട്ടുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗത്തെ ആണ് നിവൃത്തിയിരിക്കപ്പെട്ടത്. എന്നാൽ സെക്രിയ എടുത്തപ്പോൾ യാക്കോബ് പറഞ്ഞ രണ്ട് കാര്യങ്ങളെയും എടുത്ത് പറഞ്ഞു തന്നു. അതിൻ്റെ അകത്ത് സിയോൻ പുത്രിയെ കുറിച്ചും പറഞ്ഞു, യെരൂശലേം പുത്രിയെ കുറിച്ചും പറഞ്ഞു. എന്നാൽ സുവിശേഷത്തിൽ വന്നപ്പോൾ സിയോൻ പുത്രിയുടെ മാത്രം കാര്യം പറഞ്ഞിരിക്കുന്നത് നിവൃത്തിയിരിക്കപ്പെട്ട പ്രവചനത്തോടുള്ള ബന്ധത്തിലാണ്. അത് ദൈവസഭയുള്ള ബന്ധത്തിലാണ്. കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ ഈ യെരൂശലേം പുത്രിയോട് പറഞ്ഞ ബന്ധത്തിൽ നിവൃത്തിയിരിക്കപ്പെടുമ്പോൾ അവനോടുകൂടെ നമ്മളെയും എതിരേൽക്കും എന്നുള്ള സന്ദേശം കൈമാറിക്കൊണ്ട് ക്രിസ്തുവിനെ രാജാവായി ഹൃദയത്തിൽ സ്വീകരിച്ചവനെ വാഹനം ഏറ്റിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും സന്തോഷമുള്ളവരായി ദീർഘദൃഷ്ടിയോടുകൂടി നമുക്ക് ദിവസങ്ങൾ വരാൻ പോകുന്ന ഭാവി കാലത്തെ സംഭവിക്കാൻ പോകുന്ന അനുഗ്രഹകരമായ പ്രത്യാശയെ കണ്ടുകൊണ്ട് രാത്രി നമുക്ക് സ്തോത്രം ചെയ്യാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ ഉള്ളിൽ യേശു കർത്താവ് രാജാവായി വാഴുന്നു. അവനെ നാം വാഹനമേറ്റിരിക്കുക. ദിവസങ്ങൾ നമുക്ക് ലഭിക്കേണ്ട ബഹുമാനങ്ങളും യോഗ്യതകളും നൽകും. അത് മാത്രമല്ല, കർത്താവിനോടുകൂടെ ഒരുമിച്ച് ദിവസങ്ങളിൽ നാം ഒന്നിച്ച് അവന്റെ വരവിൽ, രണ്ടാമത്തെ വരവിൽ വരുവാൻ ഉള്ളവരാണ്. അന്ന് ഈ പറയുന്ന പ്രവചന ഭാഗം നിവൃത്തിയിരിക്കപ്പെടും. ശൂന്യമായി തീരുവാനിടയെത്തുന്നെങ്കിൽ അവർ പണിയപ്പെടും. അവർ അവരുടെ രാജാവായി യേശുവിനെ സ്വീകരിക്കുമ്പോൾ അവനോടുകൂടെ വരുന്ന മണവാട്ടിയായി രാജ്ഞിയായി തീരുവാൻ കർത്താവ് ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.